ഹലോ. കേൾക്കാമല്ലോ അല്ലേ? ഹലോ. എന്റെ വൈഫൈ കറണ്ട് പോയിട്ടുണ്ട്. വൈഫൈ പോയിട്ടുണ്ട്. ചിലപ്പോ ഇടയ്ക്ക് ഒരു ഇന്ററപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒന്ന് പറയണേ. സഹാക്കളെ. നമ്മൾ ഇന്ന് ഇൻകം ടാക്സ് റിട്ടേൺ ഇ ഫയലിംഗുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കേന്ദ്ര ജീവനക്കാർ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ളവരാണ്. അപ്പോൾ ഇതുവരെ ഫയൽ ചെയ്യാത്തവരുണ്ടാവും. അതുപോലെ ഫയൽ ചെയ്യാൻ വേണ്ടി മറ്റ് ഏജൻസികളെയോ വ്യക്തികളെയോ ആശ്രയിക്കുന്നവർ ഉണ്ടാവാം. അപ്പോൾ നമ്മളുടെ ഒരു സർവീസ് കാലയളവിൽ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ഇൻകം ടാക്സ് ഫയലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഇത് അഭിമുഖീകരിക്കുന്നവരാണ്. അപ്പോൾ കുറെ കാലങ്ങളായി നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് സംഘടിപ്പിക്കണം, അതായത് നമ്മുടെ ജീവനക്കാർക്കിടയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതിന്റെ നിയമവശങ്ങൾ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളുടെ സർവീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നൊക്കെ നമ്മളുടെ ജീവനക്കാർക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് തന്നെ എങ്ങനെ സ്വന്തമായിട്ട് നമ്മളുടെ ഈ ടാക്സ് റിട്ടേണിങ്ങും കാര്യങ്ങളും ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മളുടെ ജീവനക്കാരെ സ്വയം പര്യാപ്തരാക്കുക എന്നുദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ സോർട്ടിംഗ് അസിസ്റ്റന്റുമാരായാലും MTSമാരായാലും എല്ലാ ലെവലിലുള്ള ആളുകൾക്കും ഇതിനെപ്പറ്റി പല സംശയങ്ങളുണ്ടാവാം. എങ്ങനെ ചെയ്യാം, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള പൊതുവായ നമ്മൾ എല്ലാ വർഷവും നമ്മൾക്ക് കിട്ടുന്ന കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇന്നിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിന്ന് ഈ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലെ TDS വിഭാഗത്തിലെ ഓഫീസറായിട്ടുള്ള ശ്രീമതി ശ്രുതിയാണ്. ആദ്യമായി ഞാൻ മാഡത്തിനെ ഈ ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ ഈ ക്ലാസ്സിൽ നമുക്കൊരു വിശിഷ്ടാതിഥി കൂടി പങ്കെടുക്കുന്നുണ്ട്. അതായത് കോഴിക്കോട് ഇൻകം ടാക്സ് വിഭാഗത്തിന്റെ ജോയിന്റ് കമ്മീഷണർ ആയിട്ടുള്ള ശ്രീറാം സാർ നമ്മളുടെ ഈ മീറ്റിൽ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് let's welcome Sir Sriram sir into this class, and we are very grateful to have you on the good evening to all, madam. Thank you. Okay, thank you, sir. Thank you. Right. Once again, I welcome you to this class, and we are very grateful to have you here. It will be beneficial to everyone. Now I told ITO to continue with the class. I will be online. Okay, I will unmute my mic. Thank you. Okay, sir. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഡിവിഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് ജയമിഥുനാണ്. അപ്പോൾ എല്ലാവരെയും, അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മെമ്പർമാരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു.
now that July 31st is nearing, all salaried employees have to file their returns. So to clarify and to help them, and also the TDS deducted to be deducted, and another new act has been introduced. So we have to tell what are all the provisions that has been included in the new act, and as well as what are all the deduction you can claim, and what are all the documents you have to keep properly to avoid any problem in future, like penalty and prosecution. And our ITO will elaborate on that, and it will be helpful for the members of your union. And I once again thank you for offering this opportunity to our department in Kozhikode, and I think it will be helpful for one and all. Thank you. താങ്ക് യു മിഥുൻ. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. യൂണിയൻ പ്രസിഡന്റ് മിഥുൻ, പിന്നെ സ്റ്റെഫി. എനിക്ക് രണ്ടുപേരെ ഇപ്പോൾ പരിചയമുള്ളൂ. പിന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ പോസ്റ്റൽ യൂണിയൻ ജീവനക്കാർക്കും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം. പിന്നെ നമുക്കറിയാലോ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അല്ല, ഡ്യൂ ഡേറ്റ് എന്നാണ് നമ്മൾ പറയുക. അതായത് പിഴ കൊടുക്കാതെ നമ്മൾ ഫയൽ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് ജൂലൈ 31. അത് വളരെ അടുത്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സ്റ്റെഫി എന്നോട് ഇങ്ങനൊരു ക്ലാസ് വേണമെന്ന് സൂചിപ്പിക്കുന്നതും. അപ്പോൾ ഇത്രയും ദിവസമല്ലേ ഇനി ബാക്കിയുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൺഡേ ആയാലും ഇന്ന് നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നതും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ITR-നെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നിട്ട് ലൈവായിട്ട് ഞാൻ എൻ്റെ ITR ഫയൽ ചെയ്തിട്ടില്ല, ലൈവായിട്ട് വേണമെങ്കിൽ എൻ്റെ ITR ഫയൽ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ മതിയോ അതോ വേറെ എന്തെങ്കിലും രീതിയിൽ വേണോ? ആരെങ്കിലും ഒന്ന് അഭിപ്രായപ്പെട്ടാൽ. മിഥുൻ? ഒരു ലാസ്റ്റ് ഒരു സെഷനായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഞാനൊന്ന് പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. കാണുന്നുണ്ടോ പ്രസന്റേഷൻ? ഓക്കെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അതാണ് നമ്മുടെ ഒരു ബേസിക് സാധനം. ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അതായത് നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം 4 ലക്ഷത്തിന് കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പം ഈ ഒരു അതായത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് 4 ലക്ഷത്തിന് താഴെയുള്ളവരെ ടാക്സ് നിന്ന് ഒഴിവാക്കി. അതാണ്. അപ്പം ഈ 4 ലക്ഷം എന്ന് പറയുന്നതാണ് ബേസിക് എക്സെംഷൻ ലിമിറ്റ്. അപ്പോൾ ഈ 4 ലക്ഷത്തിന് മുകളിലുള്ളവർ എല്ലാവരും തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അപ്പോൾ ഈ 4 ലക്ഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുവോ എല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് 4 ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങളുടെ സോഴ്സുകൾ? ഒന്ന്, നിങ്ങൾക്ക് സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം കിട്ടും. പിന്നെ നിങ്ങൾക്കൊരു വീടുണ്ട്, നിങ്ങൾ റെന്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? റെന്റൽ ഇൻകം കിട്ടും. പിന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള നമ്മൾ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഒക്കെ നമ്മൾ ചിലപ്പം FD ഇടും. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഇനി അതല്ല, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് ലാഭമുണ്ട്. അപ്പം ആ ലാഭത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻകം കിട്ടും. ആ ലാഭം നിങ്ങളുടെ ഇൻകം ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഒരു വർഷം 4 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി അതല്ല, ചില കേസിൽ നിങ്ങൾക്ക് 4 ലക്ഷം ഇൻകം ഇല്ല, പക്ഷെ ഒരു 3 ലക്ഷമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു പേയ്മെന്റ് തന്ന സമയത്ത് ടാക്സ് പിടിച്ചിട്ടാണ് പേയ്മെന്റ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടാക്സ് നിങ്ങൾക്ക് 4 ലക്ഷത്തിന് താഴെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് എന്ത് ടാക്സ് ഇല്ലാന്ന്. അപ്പൊ ടാക്സ് പിടിച്ചിട്ടാണ് തന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് അത് റീഫണ്ട് ആയിട്ട് വാങ്ങണം. അപ്പൊ നിങ്ങൾക്ക് 4 ലക്ഷത്തിൽ താഴെയാണ് ഇൻകം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി അതല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ചിലപ്പം നിങ്ങളൊരു ഏർണിംഗ് മെമ്പർ ആയിരിക്കില്ല നിങ്ങളുടെ വീടിന്റെ.
നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പേരിലാണ് വീട്, എന്നിട്ട് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് ഒരു വർഷം 1,00,000 മുകളിൽ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അതല്ല, നിങ്ങൾ ഫോറിൻ യാത്രകൾ നടത്തുന്നുണ്ട്, 2,00,000 കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഫോറിൻ യാത്രകളൊക്കെ നടത്തുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് 4,00,000 മുകളിൽ ഇൻകം ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി നിങ്ങൾ അതല്ലാത്ത കേസിൽ ശരിക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? അതായത് ഇപ്പം നിങ്ങൾക്ക് 3 ലക്ഷം മാത്രമേ ഇൻകം ഉള്ളൂ, വേറെ ഈ പറഞ്ഞ കാറ്റഗറിയിലൊന്നും നിങ്ങൾ വരുന്നില്ല, അപ്പം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അപ്പം നമുക്കറിയാം, നമ്മൾ ഏത് ബാങ്കിൽ പോയാലും ഇപ്പോൾ ഒരു ലോണിന് അപ്ലൈ ചെയ്താൽ ആദ്യം ചോദിക്കുക എന്താണ്, കഴിഞ്ഞ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണിന്റെ കോപ്പിയാണ് ആദ്യം തന്നെ അവർ ചോദിക്കുക, അല്ലേ? അതായത് നിങ്ങൾക്ക് ആ ലോണ് തിരിച്ചടയ്ക്കാനുള്ള ഇൻകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതിന് ഒരു പ്രൂഫ് അവർ എന്തായാലും ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ലോണിനും ഇത് മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും ഇൻകം ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ വർഷവും നിങ്ങൾ റിട്ടേൺ അങ്ങ് ഫയൽ ചെയ്തിടുക. ഇപ്പൊ 2.5 ലക്ഷം ആയാലും 3 ആയാലും ഒക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റിട്ടേൺ അങ്ങ് ഫയൽ ചെയ്തിടുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇത് ഭാവിയിലേക്ക്. അപ്പൊ അതാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരൊക്കെ ഫയൽ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ബേസിക്കലി 4 ലക്ഷത്തിന് മുകളിലുള്ളവർ എന്തായാലും ഫയൽ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു രാജ്യത്തെ നിയമം എന്ന് പറയുന്നത്. അടുത്തത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ 2 റെജീം ഉണ്ട്. എന്താണ്? ഒന്ന് ഓൾഡ് റെജീമും ഒന്ന് ന്യൂ റെജീമും. അപ്പോൾ പണ്ടൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പണ്ട് ഒരൊറ്റ റെജീം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതാണ് ഓൾഡ് റെജീം, അല്ലേ? നമ്മളൊക്കെ എന്ത് ചെയ്യും, കുറേ സ്ഥലത്ത് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യും. അതായത് LIC പോളിസി കൂടും, PPF എടുക്കും, അല്ലെങ്കിൽ PLI പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കും, അല്ലെങ്കിൽ 5 വർഷത്തെ മറ്റേ ബാങ്കിലെ FDയിൽ ജോയിൻ ചെയ്യും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ടോട്ടൽ ഇൻകം കുറയ്ക്കാൻ, നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ഇതൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പല സ്ഥലത്തും നമ്മൾ ജോയിൻ ചെയ്യും. അതെന്തായിരുന്നു? അതൊക്കെ ഓൾഡ് ടാക്സ് റെജീമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ഈ ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പണ്ടേ കയറിയവർക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും, ഓൾഡ് ടാക്സ് റെജീമിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ആദ്യത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 80C ഡിഡക്ഷൻസ്. അതായത് നിങ്ങളിപ്പോൾ LIC പോളിസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പ്രീമിയം അടയ്ക്കുന്നത് ആ തുക നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ PPF, നിങ്ങൾ ബാങ്കിൽ ഒരു PPF അക്കൗണ്ട് തുടങ്ങി, അവിടെ എത്രയാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. സപ്പോസ് നമുക്ക് സാലറി ആയി കിട്ടുന്ന ഒരു 10 ലക്ഷം എന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ ഒരു 2 ലക്ഷം രൂപ നമ്മൾ പല സ്ഥലത്തായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യാം, ഈ 10 ലക്ഷത്തിന് കുറച്ച് നമുക്ക് 8 ലക്ഷം രൂപയാണ് നമ്മുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഗവൺമെന്റ് നമുക്ക് തന്ന ഒരു സൗകര്യമാണ്. ഇത്രയും സ്ഥലത്ത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അത്രയും രൂപ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഇനി അതല്ല, നിങ്ങളൊരു ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട്. ഈ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് ഒരു വർഷം നിങ്ങൾ എത്രയാണോ പേ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറേ ഡിഡക്ഷൻസ് നമുക്ക് ഓൾഡ് ടാക്സ് റെജീമിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമുക്ക് ടോട്ടൽ ഇൻകം, അപ്പോൾ നമുക്ക് 10 ലക്ഷം സാലറി കിട്ടുന്നുണ്ടെങ്കിലും ഈ ഡിഡക്ഷൻസ് എല്ലാം തന്നെ കഴിച്ച് നമുക്ക് ഒരുപക്ഷെ ഒരു 5 ലക്ഷമോ 6 ലക്ഷമോ ഒക്കെ ആക്കി കൊണ്ടുവരാൻ ഒരു ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ന്യൂ ടാക്സ് റെജീമിൽ ഒന്നും തന്നെ നമുക്ക് ഡിഡക്ഷൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ന്യൂ ടാക്സ് റെജീം കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഈ ഓൾഡ് ടാക്സ് റെജീമിൽ നമുക്ക് ഇൻകം ഇത്രയും കുറയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ടാക്സ് റേറ്റ് അവിടെ കൂടുതലായിരുന്നു. അതായത് ഓൾഡ് ടാക്സ് റെജീമിൽ നിങ്ങൾക്ക് 2.5 ലക്ഷം വരെയാണെങ്കിൽ ടാക്സ് ഇല്ല, 2.5 to 5 ആണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ അവിടെ എന്തുണ്ട്, 5% ടാക്സ് റേറ്റ് ഉണ്ട്. പിന്നെ 5-നും 10-നും ഇടയിലാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ 20% ടാക്സ് റേറ്റ്. അപ്പൊ അവിടെ ടാക്സ് റേറ്റ് കൂടുതലാണ്. അവിടെ ഡിഡക്ഷൻസ് ഗവൺമെന്റ് നൽകുന്നുണ്ടെങ്കിലും ടാക്സ് റേറ്റ് കൂടുതലാണ്. പക്ഷെ ഇവിടെയോ ന്യൂ ടാക്സ് റെജീമിൽ എന്താ സംഭവിക്കുന്നത്? ന്യൂ ടാക്സ് റെജീമിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഡിഡക്ഷൻസും ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യും, നിങ്ങളുടെ ടാക്സ് റേറ്റ് കുറച്ചു. അപ്പൊ പലപ്പോഴും ചിലപ്പോൾ നമുക്കിപ്പം ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ പുതിയ ടാക്സ് ലാബ് വെച്ച്, അതായത് പുതിയ ന്യൂ ടാക്സ് റെജീം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂ ടാക്സ് റെജീം ആയിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് വരിക. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഓരോ വർഷവും ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഏപ്രിലിൽ പോവുക. ഈ വർഷം എനിക്ക് എത്രയാണ് സാലറി കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും, അല്ലേ? കഴിഞ്ഞ കൊല്ലത്തെ സാലറി ഉണ്ട്, നമുക്ക് 2 DA ഹൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു ഇൻക്രിമെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, പിന്നെ നമ്മൾ LTC എങ്ങനെ അവൈൽ ചെയ്യുന്നെങ്കിൽ അത് ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഏപ്രിൽ മാസം തന്നെ നിങ്ങളുടെ സാലറി ഒന്ന്, ഇനി വരാൻ പോകുന്ന സാലറി ഒന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക.
എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്നുള്ളൊരു സംഭവമുണ്ട്. അവിടെ നിങ്ങളുടെ ഈ സാലറി ഇട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വർഷത്തേക്ക് നിങ്ങൾക്ക് ഏതാണ് നല്ലത്, ന്യൂ ടാക്സ് റെജീം ആണോ ഓൾഡ് ടാക്സ് റെജീം ആണോ നല്ലതെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഗവൺമെന്റ് ഒരു റിബേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം 12 ലക്ഷത്തിന് താഴെയുള്ളവര് എന്താണ് ടാക്സബിൾ ലിമിറ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അപ്പൊ അത് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ 12 ലക്ഷം വരെയുള്ളവര് ടാക്സ് ഒന്നും അടയ്ക്കണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു കാര്യം. അത് അങ്ങനെയല്ല. 12 ലക്ഷം എന്ന് പറഞ്ഞാൽ 4 ലക്ഷം വരെയാണ് ശരിക്കും, അല്ലെങ്കിൽ 2.5 ലക്ഷം. ഓൾഡ് ടാക്സ് റെജീമിലാണെങ്കിൽ 2.5, ന്യൂ ടാക്സ് റെജീമിലാണെങ്കിൽ 4. ഇതുവരെയാണ് ശരിക്കും നമുക്ക് ടാക്സ് ഇല്ലാത്ത ലിമിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ശരിക്കും ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച റേറ്റുകളെല്ലാം തന്നെ അപ്ലിക്കബിൾ ആണ്. പക്ഷെ 12 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ ന്യൂ ടാക്സ് റെജീം പ്രകാരം നിങ്ങൾക്ക് റിബേറ്റ് കിട്ടും. എത്ര റിബേറ്റ് കിട്ടും? അതായത് 4 to 8 നിങ്ങൾക്ക് 5% ടാക്സ് റേറ്റ്. അപ്പൊ അവിടെ ഈ 4 ലക്ഷത്തിന് 5% എന്ന് പറയുമ്പോൾ ഏകദേശം 20,000 രൂപ. പിന്നെ ഈ 8 to 12 10% ടാക്സ് റേറ്റ്. അപ്പം ഈ 4 ലക്ഷത്തിന് 10% പറയുമ്പോൾ 40,000 രൂപ. അപ്പൊ ഈ 40ഉം ഈ 20ഉം ചേർത്ത് ഒരു 60,000 രൂപ നിങ്ങൾക്ക് 12 ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ റിബേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ വൺസ് നിങ്ങളുടെ ഈ 12 എന്നുള്ളത് 1 രൂപ ഒന്ന് കൂടി 12,001 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള ഈ 5%, ഈ 8 മുതൽ 12 വരെയുള്ള 10% നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരായി മാറും. അപ്പൊ നിങ്ങൾക്ക് 60,000 രൂപയിലും അധികമാവും നിങ്ങളുടെ ടാക്സ്. അപ്പൊ ഈ 12 എന്നുള്ളത് ഒരു വലിയ ഫിഗർ ആണ്. എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എങ്ങാനും നിങ്ങൾക്ക് സാലറി 11 സംതിങ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഇൻട്രസ്റ്റും വേറെ എന്തെങ്കിലുമൊക്കെ ഇൻകം കൂടി കയറി വന്നാൽ നിങ്ങൾ 12ന് മുകളിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ടാക്സ് ഇല്ല എന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ ലാസ്റ്റ് നിങ്ങൾ ഫയൽ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്, ഓൾഡ് ടാക്സ് റെജീമിൽ നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്, ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ നമ്മുടെ ടോട്ടൽ ഇൻകം കുറച്ച് കാണിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പക്ഷെ അവിടെ ടാക്സ് റേറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം 5 ലക്ഷം വരെ ഓക്കെയാണ്, 5 ലക്ഷത്തിന് മുകളിലായി കഴിഞ്ഞാൽ 20%. അപ്പോൾ അവിടെ ടാക്സ് റേറ്റ് കൂടുതലാണ്. ഇവിടെ എന്താണ്, ഇവിടെ സ്ലാബുകളിൽ ടാക്സ് റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഡിഡക്ഷൻസ് ഒന്നും തന്നെ അനുവദിക്കുന്നില്ല. ഇതാണ് നമ്മളപ്പോൾ പറഞ്ഞു വന്നത്. ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമുക്ക് ഏതാണ് ബെനിഫിഷ്യൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ DDOനെ ഇന്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ഓരോ എംപ്ലോയിയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഓരോ വർഷത്തെയും ആന്റിസിപ്പേറ്റഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കുക, ഏത് റെജീമാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ തന്നെ കണക്കാക്കുക, എന്നിട്ട് അത് DDOനെ ഇന്റിമേറ്റ് ചെയ്യുക. എത്ര ടാക്സ് നിങ്ങൾ പിടിക്കണം എന്നുള്ളൊരു കണക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മുടെ ന്യൂ ടാക്സ് റെജീമും ഓൾഡ് ടാക്സ് റെജീമും. പിന്നെ വരുന്നത് എന്തൊക്കെയാണ് ഡിഡക്ഷൻസ്. ആരെങ്കിലും ഇപ്പോൾ ഓൾഡ് റെജീം ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേര് ഇപ്പോൾ 12 ലക്ഷത്തിന് താഴെ ആയതുകൊണ്ട് ഒരുപാട് പേര് ന്യൂ ടാക്സ് റെജീം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എന്നാലും ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നൊരു ഡിഡക്ഷൻ 80C എന്ന് പറഞ്ഞ ഡിഡക്ഷനാണ്. അതായത് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തു, 80Cയിൽ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ തന്നെ, അതായത് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിൽ തന്നെ ഒരു പ്രീമിയം നിങ്ങൾ അടച്ചു, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിന്റെ PPF പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ ഒരു എമൗണ്ട് ഇട്ടു, അല്ലെങ്കിൽ LIC പോളിസി എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തു, അതിന്റെ പ്രിൻസിപ്പളിലേക്ക് ഒരു എമൗണ്ട് അടച്ചു, ഇൻട്രസ്റ്റ് അല്ല പ്രിൻസിപ്പൾ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങളൊരു 2 ലക്ഷം രൂപ ഒരു വർഷം നിങ്ങൾ ഇത്രയും സ്കീമുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് 1.5 ലക്ഷം വരെ ഇൻകത്തുനിന്ന് ഡിഡക്ഷൻ ആയിട്ട് അനുവദിക്കും. എത്ര? 1.5. അതായത് 2 ചെയ്തിട്ടുണ്ടെങ്കിലും 1.5 അനുവദിക്കുള്ളൂ. അപ്പൊ 3 ചെയ്താലും 1.5 അനുവദിക്കുള്ളൂ. 1 ചെയ്താൽ 1 അനുവദിക്കും. അപ്പൊ അങ്ങനെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1.5 ലക്ഷമാണ്. അതുപോലെ തന്നെ നമുക്ക് പുതിയ ആൾക്കാർ, അതായത് NPS UPSലൊക്കെയുള്ള ആൾക്കാർക്ക് എന്താണ്, അവർ എത്രയെങ്കിലും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 80CCD 1B എന്ന് പറഞ്ഞൊരു സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് 50,000 രൂപ ആ സെക്ഷനിൽ ക്ലെയിം ചെയ്യാം. 50,000 രൂപ. അതായത് നിങ്ങൾക്ക് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ആദ്യം നിങ്ങൾ 1.5 ലക്ഷം നിങ്ങൾ ഈ പറഞ്ഞ സ്കീമുകളിലേക്കൊക്കെ മാറ്റി, പിന്നെ NPS UPSലേക്ക് നിങ്ങൾ ഇത്ര എമൗണ്ട് മാറ്റി. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ 2 ലക്ഷം രൂപയായി. ഇനി നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി, അതായത് ഭർത്താവും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ഫാമിലിക്കാണ് നിങ്ങൾ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ഇൻകത്തുനിന്ന് ക്ലെയിം ചെയ്യാം. ഇനി അതല്ല നിങ്ങളുടെ അച്ഛനമ്മമാർക്കും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ വരെ ക്ലെയിം ചെയ്യാം. അപ്പം ഇവിടെ 1.5 ഇവിടെ 50 ഇവിടെ 50. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം NPS UPSന് എംപ്ലോയറും ഒരു 14% കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. UPS ആണെങ്കിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമുക്ക്
എന്താ അതും ഒരു ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അങ്ങനെ ഈ ഇത്രയും നമ്മൾ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്ത്, കൂടാതെ നമ്മുടെ ഹോം ലോൺ ഇൻട്രസ്റ്റ്, ഇതാണ് അധികവും വരുന്നത്. അതായത് മിക്കവാറും നമ്മളെല്ലാവരും തന്നെ ഹോം ലോൺ എടുത്തിട്ടുണ്ടാവും. അതിന് നിങ്ങൾ ഒരു വർഷം അടയ്ക്കുന്ന ഇൻട്രസ്റ്റ്, അത് മാക്സിമം ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ വരെ ഗവൺമെന്റ് ഒരു വർഷം നിങ്ങൾക്ക് ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷനായിട്ട് അനുവദിക്കും. അപ്പോൾ ഓൾഡ് റെജീം ഫോളോ ചെയ്യുന്ന ഒരാൾ, സപ്പോസ് അയാൾക്ക് ഒരു ഇൻകം 10 ലക്ഷമാണ് ഉള്ളതെങ്കിൽ 1.5 ഇവിടെ പോയി, ഇവിടെ 50 അല്ല, ഇവിടെ ഒരു 50 പോയി, ഇപ്പൊ 2 ആയി, ഇവിടെ ഒരു 50 പോയി 2.5 ആയി, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഹോം ലോണിൽ 2 ലക്ഷം കൂടെ, ഒരു 4.5 ലക്ഷം വരെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ 10 ലക്ഷം 4.5 കുറച്ചാൽ ബാക്കി 5.5 കാര്യം കൂടെ നോക്കി മതി. അപ്പൊ 5.5 ലക്ഷത്തിനായിരിക്കും പിന്നെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരിക. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും ഡിഡക്ഷൻസ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. നമുക്ക് അതായത് നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഒരിക്കലും നമ്മൾ ഫോർജ് ഡോക്യുമെന്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചുമ്മാ പോയി ക്ലെയിം ചെയ്യുന്നോ അങ്ങനത്തെ പരിപാടികളൊന്നും നിൽക്കാൻ പാടില്ല. ശരിക്കുള്ള പ്രോപ്പർലി ഉള്ള നമ്മളെ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എങ്കിൽ ഇതിനെ നമ്മൾ എന്താ പറയാ, ടാക്സ് പ്ലാനിങ് എന്നാ പറയാ. അതായത് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യാണ്, നമുക്ക് ഇത്ര ടാക്സ് വരും, അപ്പൊ നമ്മൾ ഇത്ര പോളിസിയിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടാക്സ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വേയിലൂടെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതിനെ നമ്മൾ എന്ത് പറയും, ടാക്സ് പ്ലാനിങ് എന്നാണ് പറയാം. ഇനി അതല്ല നമ്മൾ ചുമ്മാ 1.5 ലക്ഷം അവിടെ ഇട്ടു, ഇവിടെ 50 ഇട്ടു, അങ്ങനെ നമുക്ക് പ്രോപ്പർലി നമ്മൾ ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ വെറുതെ ഇൻകം ടാക്സ് കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ടാക്സ് ഇവേഷൻ എന്നാണ് പറയുക. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ടാക്സ് പ്ലാനിങ് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ടാക്സ് ഇവേഷൻ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ടാക്സ് പ്ലാൻ ചെയ്ത് കൃത്യമായി നമുക്ക് കുറച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ഓൾഡ് സ്കീം നല്ലൊരു സ്കീമാവും. പക്ഷെ ഇപ്പോൾ തന്നെ ഇപ്പൊ 13 ലക്ഷം കിട്ടുന്ന ഒരാൾ, സപ്പോസ് 13 ലക്ഷം കിട്ടുന്ന ഒരാൾക്ക് ഒരു 5 ലക്ഷം വരെ കിട്ടിയാലും 8 ലക്ഷം മാക്സിമം ഇൻകം കുറച്ച് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും ചിലപ്പം പലർക്കും ന്യൂ ടാക്സ് റെജീം തന്നെയാണ് നന്നാവുക. എന്നാലും ഞാൻ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓൾഡ് ടാക്സ് റെജീമിൽ ഇത്രയും ഡിഡക്ഷൻസ് പോസിബിൾ ആണ്. പിന്നെ വരുന്നത് സെക്ഷൻ 10. പണ്ട് നമുക്ക് കുറച്ച് ഇൻകം ഒക്കെ എക്സെംപ്റ്റഡ് ആയിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അതായത് ട്രാൻസ്പോർട്ട് എലവൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സെംപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് ന്യൂ ടാക്സ് റെജീമിൽ ഒന്നും തന്നെ ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയറുടെ NPS-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ എക്സെംപ്റ്റഡ് ആണ് ഇപ്പോഴും. പിന്നെ അതുപോലെ എന്താ, നമ്മളെ ടൂർ ട്രാൻസ്ഫർ TA ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം എക്സെംപ്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ LTC എടുത്താൽ അത് ന്യൂ ടാക്സ് റെജീമിൽ നമ്മൾ സാലറിയുടെ കൂടെ കൂട്ടി ടാക്സബിൾ ആയി മാറിക്കഴിഞ്ഞു. പിന്നെ ഉള്ളത് ന്യൂ ടാക്സ് റെജീമിൽ ആകെയുള്ള ഒരു എക്സെംപ്റ്റഡ് സംഭവം ഈ ഡിസേബിൾഡ് എംപ്ലോയീസിന്റെ ട്രാൻസ്പോർട്ട് അലവൻസ്, അത് ഇപ്പോഴും എക്സെംപ്റ്റഡ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. അതുപോലെ യൂണിഫോം അലവൻസും പിന്നെ എക്സെംപ്റ്റഡ് ആണ്. പിന്നെ ഓൾഡ് റെജീമിൽ പണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, ഇതൊക്കെ ഇപ്പോഴും എക്സെംപ്റ്റഡ് ആണ്. ഹൗസ് റെന്റ് അലവൻസ്, ഇതൊക്കെ എക്സെംപ്റ്റഡ് ആണ്. പക്ഷെ ന്യൂ റെജീമിൽ വരുമ്പോഴത്തേക്കും 1-2 എക്സെംപ്ഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ ഫാമിലി പെൻഷൻ. ആർക്കെങ്കിലും ഫാമിലി പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു ഡിഡക്ഷനെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഓൾഡ് റെജീമിലാണെങ്കിൽ ഒന്നെങ്കിൽ 1/3 ഓഫ് ദ പെൻഷൻ റിസീവ്ഡ്, അല്ലെങ്കിൽ 15,000. ഇതിൽ ഏതാണ് കുറവ് അത് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ന്യൂ ടാക്സ് റെജീമിലാണെങ്കിൽ 25,000 അല്ലെങ്കിൽ 1/3 ഓഫ് ദ പെൻഷൻ റിസീവ്ഡ്, ഇത് നിങ്ങൾക്ക് എന്താ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്ത് ടാക്സബിൾ ആണ്. ഫാമിലി പെൻഷൻ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്കാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ ഉള്ളത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ ന്യൂ ടാക്സ് റെജീമിലും ഓൾഡ് ടാക്സ് റെജീമിലും ഒരേപോലെയാണ്. ലീവ് എൻകാഷ്മെന്റ് ഓൺ റിട്ടയർമെന്റ്, ഗ്രാറ്റുവിറ്റി, പിന്നെ കമ്മ്യൂട്ടഡ് പെൻഷൻ, ഇതെല്ലാം തന്നെ എക്സെംപ്റ്റഡ് ആണ്. പിന്നെ നമുക്ക് വരുന്നത്, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളിത് ആദ്യം ചൂസിങ് ബിറ്റ്വീൻ ദ റെജീംസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ DDO-നെ ഇന്റിമേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു വർഷം ഏപ്രിൽ തന്നെ കണക്കാക്കുക നമ്മുടെ സാലറി, എന്നിട്ട് നമ്മുടെ DDO-നെ ഇന്റിമേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിനെ സംബന്ധിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള സംഭവം. ഇതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു റിട്ടേൺ ഫയൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് മാത്രം മതിയാവും, ഇതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. പറഞ്ഞതിൽ ആർക്കെന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. മാഡം, ഈ 12 lakhs പറഞ്ഞില്ലേ, അത് എക്സ്ക്ലൂഡിംഗ് ഇതല്ലേ, എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ശരിക്കും വരുന്നത് 1275 ആണ്. 1275-ന് താഴെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് ടാക്സ് ഇല്ല. അതായത് 12 ലക്ഷം നിങ്ങളുടെ ഇൻകോ, 75,000 നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂട്ടിയിട്ട്, അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് നിങ്ങളുടെ ഇൻകം 12 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് വരില്ല. ന്യൂ ടാക്സ് റെജീമിൽ 75,000, ഓൾഡ് ടാക്സ് റെജീമിൽ 50,000 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ.
പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മാഡം, അതിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഫ്ലാറ്റ് റേറ്റ് 3200 ഡിസ്കൗണ്ട് എന്നുള്ളത് കണ്ടു. അപ്പോൾ ആക്ച്വലി ഈ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് ഡബിൾ ആണ്. അപ്പോൾ ഈ ഡബിൾ TPAക്ക് ഉള്ള ആ ഡബിൾ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, സിംഗിൾ എമൗണ്ട് അല്ലാണ്ട് ഡബിൾ ആയിട്ടുള്ള എമൗണ്ട് ടാക്സബിൾ ആണോ അല്ലയോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട് മാഡം, പറയൂ. ഇല്ല, ഡബിൾ ആയിട്ടുള്ള എമൗണ്ട് അല്ല, നിങ്ങൾക്ക് തന്ന നിശ്ചിതമായിട്ടുള്ള എമൗണ്ട് ആണ് അവിടെ പറഞ്ഞത് 3200 എന്നുള്ളത്. അതായത് നമ്മള് ടോട്ടൽ ട്രാൻസ്പോർട്ട് അലവൻസിൽ നിന്ന് 3200 കുറച്ച് കിട്ടും അല്ലേ? അതെ അതെ അതെ. ഓക്കെ. മാഡം, ഞാൻ രാജേഷാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാനൊരു എക്സ് സർവീസ്മാൻ ആണ്. ആർമിയിൽ നിന്ന് റിട്ടയർ ആയതാണ്. അപ്പോ ഡിസബിലിറ്റി എലമെന്റ് മാത്രമാണോ ഇത് നമുക്ക് എക്സംഷൻ ഉള്ളത്, അല്ലെങ്കിൽ റിട്ടയർ പെൻഷൻ മന്ത്ലി പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ്? ട്രാൻസ്പോർട്ട് അലവൻസ്. പക്ഷെ മന്ത്ലി പെൻഷനിൽ അങ്ങനെ ഒരു കോമ്പണന്റ് ഉണ്ടാവില്ലല്ലോ. ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടാവോ? അല്ല, ട്രാൻസ്പോർട്ട് അല്ല, ഡിസബിലിറ്റി എലമെന്റ്. ഡിസബിലിറ്റി എലമെന്റ് എക്സംപ്റ്റഡ് അല്ലേ? അല്ലല്ലോ, അത് എനിക്ക് ഒന്ന് നോക്കേണ്ടി വരും കേട്ടോ. അതായത് എക്സ് സർവീസ്മാന് ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്നുണ്ടാവും. അപ്പൊ ഡിസബിലിറ്റി എലമെന്റ് മാത്രമാണോ എക്സംപ്റ്റഡ്, അല്ലെങ്കിൽ ടോട്ടൽ പെൻഷൻ എക്സംപ്റ്റഡ് ആണോ എന്ന് നോക്കണം. Disability pension, if you superannuate by permanent invalidation, okay, then only it is exempted. Okay. If normally superannuated after invalidation, that service pension is taxable. You tell in Malayalam what I have to. അതായത് നിങ്ങൾ ആ കാരണം കൊണ്ടാണ് സൂപ്പർ ആനുവേറ്റ് ചെയ്തതെങ്കിൽ അങ്ങനെയാണെങ്കിലാണെന്നാണ് സാർ പറയുന്നത്. സാർ, ഒരു ഡൗട്ട്. പിന്നെ അതായത് ഡിസബിലിറ്റി പെൻഷന്റെ ബേസിക് പെൻഷനും അതിൽ ഡിസബിലിറ്റി എലമെന്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യം വരുന്നത്. അതായത് 30% ഓഫ് ബേസിക് പെൻഷൻ ആണ് വരിക. അത് ഡിസബിലിറ്റി എലമെന്റ്. ആ ഡിസബിലിറ്റി എലമെന്റ് മാത്രം ഡിഡക്ഷൻ എക്സംപ്റ്റഡ് ആവുമെന്ന് എനിക്ക് ഡൗട്ട്. ഡിസബിലിറ്റി എലമെന്റ് മാത്രം. അതായത് സാർ പറഞ്ഞ എന്താണെന്നറിയോ, ആ കാരണം കൊണ്ടാണോ നിങ്ങൾ സൂപ്പർ ആനുവേറ്റ് ആയത് എന്നാണ്. അങ്ങനെയാണ് സാർ ചോദിച്ചത്. അതായത് ആ കാരണം കൊണ്ടാണോ സൂപ്പർ ആനുവേഷൻ എടുത്തതെന്ന്, ഡിസബിലിറ്റി കാരണം കൊണ്ട്. ഡിസബിലിറ്റി ഒരു റീസൺ ആയിരുന്നു. ഡിസബിലിറ്റി കൊണ്ടാണോ സൂപ്പർ? After disability, if you continue in service, yes, and normally superannuate, okay, then it is not exempted. Okay, thank you. Understood, no? Thank you, sir. Right. മാഡം, ഒരു ഡൗട്ട് കൂടി. ഈ കഴിഞ്ഞ ഓൾഡ് പെൻഷൻ സ്കീമില് ഡിസേബിൾഡ് ആയിട്ടുള്ള ഓൾഡ് ടാക്സ് റെജീം ആയിരിക്കും. ഓൾഡ് ടാക്സ് റെജീമില് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് 75,000 എക്സംഷൻ ഉണ്ടായിരുന്നു. ആ എക്സംഷൻ ന്യൂ ടാക്സ് റെജീമിൽ ഉണ്ടോ? അതായത് 80 DDB എന്നൊക്കെ പറഞ്ഞ സെക്ഷൻ അല്ലേ? അതെ, അത് ന്യൂ ടാക്സ് റെജീമിൽ ഇല്ല, അതൊക്കെ പോയി. അതാ ഞാൻ പറഞ്ഞത്. അവിടെ ഈ ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് റേറ്റ് കൂടുതലായിരുന്നു. ഇവിടെ വന്നപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോ അതൊന്നുമില്ല. 80 DDB അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ റേറ്റ് കുറവാണ്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? റിട്ടേൺ ഫയലിംഗിലേക്ക് നീങ്ങിയാലോ? ഹലോ മാഡം. പറഞ്ഞോളൂ. മാഡം, ഒരു സംശയം. നമ്മളിപ്പോ ന്യൂ റെജീമിലെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, NPS-ലേക്ക് വേണ്ടിയിട്ടില്ലേ, അത് എങ്ങനെയാണ്? അതും ഈ ടാക്സബിൾ ഇൻകത്തില് വരുമോ? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യം തന്നെ നമ്മൾ ആ ഇൻകം നമ്മുടെ ഇൻകത്തിലേക്ക് കൂട്ടണം. എത്രയാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് നമ്മുടെ ഇൻകത്തിലേക്ക് കൂട്ടണം. സപ്പോസ് നമുക്ക് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ 12 ലക്ഷം ആണെങ്കിൽ എംപ്ലോയർ 1 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 13 ലക്ഷം ആക്കണം നമ്മുടെ ഇൻകം. എന്നിട്ട് നമുക്ക് ഈ 1 ലക്ഷം രൂപ ഇതായിട്ട് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതാണ്. അല്ലാതെ നമ്മൾ അത് കൂട്ടാതെ നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. കേൾക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ 1 lakh is the employer contribution. അതെ. Okay. 75,000 is the standard deduction. Total 1 lakh 75,000
എന്റെ ക്വസ്റ്റ്യൻ ഈ 1,75,000 അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻകത്തിന് കുറച്ചുകൂടെ കുറക്കാൻ പറ്റുമോ? അതാണ്. അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇൻകത്തില് ഈ 1 lakh നമ്മൾ ആദ്യം കൂട്ടിയിട്ടുണ്ടാവണം. സപ്പോസ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ കൂട്ടാണ്ടാണ് നിങ്ങൾ 12, നമുക്ക് അങ്ങനെ ഫോം 16 എങ്ങനെയാ തരിക? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ കൂട്ടിയിട്ടാണ് തരുന്നതെങ്കിൽ കുഴപ്പമില്ല. കൂട്ടാതെയാണ് തരുന്നെങ്കിൽ നിങ്ങൾ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യരുത്. നിങ്ങൾ ഉറപ്പ് വരുത്തണം എംപ്ലോയർ കോൺട്രിബ്യൂഷൻ കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. Any exemption, first you should add to your total income. Okay, sir. And then claim. Deduction, you can claim straight away. Okay? There is a difference between exemption and deduction. Deduction ATC is different. Exemption will come under section 10. You have to first add that 1 lakh and then only claim exemption. Whatever comes out. Okay, right, sir. Thank you. മാഡം, ഒരു ഡൗട്ട് കൂടി. നമ്മൾ ഈ ഓൾഡ് ടാക്സ് റെജിമില് ടാക്സിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 5 year TD എന്നുള്ള പോസ്റ്റ് ഓഫീസിന്റെ ഒരു പ്ലാനിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ നിന്നും ഇപ്പം പുതിയ ടാക്സ് റെജിമിലേക്ക് മാറിയ സമയത്ത് ആ 5 year TDക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് പുതിയ ടാക്സ് റെജിമിൽ ടാക്സബിൾ ആണോ? അന്നത്തെ, അതായത് നമ്മൾ ഒരു ഓൾഡ് റെജീമിൽ ഇത് നമ്മള് ഓൾഡ് റെജീമിൽ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കീം ചേർന്നത് അല്ലേ? അതെ അതെ. എന്നിട്ട് നമ്മളിപ്പോ ക്ലെയിം ചെയ്യുന്നില്ല അല്ലെ? ഇപ്പൊ ക്ലെയിം ചെയ്യുന്നില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ടാക്സബിൾ ആയി മാറി. ഓ, അതിന്റെ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. അതെ, ഇൻട്രസ്റ്റ് ടാക്സബിൾ ആയി മാറി. മാഡം, ഒരു ഡൗട്ട് ഉള്ളത്, നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസിന് ഇപ്പം ഡിഡക്ഷൻ ഇല്ലേ ഇപ്പൊ ന്യൂ റെജീമില്? പാരന്റ്സിന്റെ ന്യൂ റെജീമില് ഒന്നിനും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ആകെ ഉള്ളത് എംപ്ലോയറെ കോൺട്രിബ്യൂഷനും പിന്നെ ഉള്ളത് നമ്മുടെ ഇതൊക്കെയാ, കുറച്ച് ഈ ഡിസബിലിറ്റി അങ്ങനത്തെ ട്രാൻസ്പോർട്ട് അലവൻസും യൂണിഫോം അലവൻസും ഒക്കെ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഒന്നും തന്നെ ഇല്ല. മേഡം, എന്റെ ഒരു ഡൗട്ടും കൂടിയുണ്ടേ. അത് കഴിഞ്ഞ വർഷത്തെയാണ്. ഞാനും കൂടെ ഒരു എക്സ് മാൻ ആണ്. അപ്പൊ ഞാൻ റിട്ടയർമെന്റ് വന്ന സമയത്ത് ഞാൻ 9 lakhs rupees ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് സീനിയർ സിറ്റിസൺ സ്കീം അനുസരിച്ചിട്ട് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തായിരുന്നു. അത് 4.5 lakhs എന്റെ പേരിലും 4.5 lakhs വൈഫിന്റെ പേരിലും. അപ്പോ ഇതിന്റെ 5 വർഷം കഴിഞ്ഞ സമയത്ത് 1,15,000 സംതിങ് ആയിക്കോട്ടെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. ഈ 1,15,000 എന്റെ അക്കൗണ്ടിലാണ് വന്നത്. കാരണം അത് എന്റെ വൈഫിന്റെ എന്റെയും കൂടി ഷെയർ ആയിരുന്നു. ആ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ 1,15,000 എത്ര പെർസെന്റ് എനിക്കറിയില്ല, ടാക്സബിൾ ഇൻകം കംപ്ലീറ്റ് TDS ആയിട്ട് അത് ഫയൽ ചെയ്ത് അടച്ചു കളഞ്ഞു. അപ്പൊ ശരിക്കും അത് പറഞ്ഞാല് പകുതി എന്റെ വൈഫിന്റെ പേരിലുള്ളതാണ്. അതെനിക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ഈ നിങ്ങളുടെ എവിടെ നിന്നാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടേ അത് ആദ്യം വൈഫിന്റെ പേരിലേക്ക് അത് ആക്കി മാറ്റണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വൈഫിനും കൂടി പകുതി ക്രെഡിറ്റ് പാസ് ഓൺ ചെയ്യണം. ഇപ്പൊ TDS നിങ്ങളുടെ പേരിലല്ലേ മുഴുവൻ ചെയ്തത്, അത് പകുതി ആക്കി വൈഫിന്റെ പാനലിലേക്കും കൂടെ മാറ്റണം. എന്നിട്ട് വൈഫും റിട്ടേൺ ഫയൽ ചെയ്ത് നിങ്ങളും റിട്ടേൺ ഫയൽ ചെയ്താലേ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾ അത് അവിടെ ആദ്യം പറഞ്ഞ് ശരിയാക്കണം. കഴിഞ്ഞ വർഷത്തെ എനിക്ക് ഈ വർഷം ചെയ്യാൻ പറ്റില്ല. അത് രണ്ടാമത്, അതായത് കഴിഞ്ഞ വർഷത്തത് വൈഫിന്റെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, വൈഫിന്റെ റിട്ടേൺ ഫയൽ ചെയ്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റ് ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് വരുന്ന December 31. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടനേഷൻ ഓഫ് ഡിലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മീഷണർ അംഗീകരിച്ചു കൊടുക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയതെന്നുള്ളത്. അങ്ങനെ അംഗീകരിച്ചു കൊടുത്താലേ വൈഫിന്റെ റിട്ടേൺ ഇനി ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാഡം, സ്റ്റെഫിയാണേ. പറഞ്ഞോളൂ. നമ്മളെ റിട്ടേൺ ഫയലിംഗിലേക്ക് പോകുന്നതിന് മുമ്പേ ജസ്റ്റ് ഫോം 16 പറ്റി 26A അതിനെ പറ്റി ഒന്ന് ബേസിക് ആയിട്ടൊന്ന് പറയാമോ? കാരണം എല്ലാ ആളുകൾക്കും ഈ ഫോം 16 കിട്ടുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ നോക്കണം അല്ലെങ്കിൽ അതിലുള്ള ടേംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാർ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട്. ഫോം 16 എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് നമുക്ക് നമ്മുടെ എംപ്ലോയർ തരുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഒരു വർഷം എത്ര ഇൻകം കൊടുത്തു അല്ലെ, എത്ര സാലറി കൊടുത്തു, അതിനകത്ത് എത്ര ടാക്സ് പിടിച്ചു എന്ന് സർട്ടിഫൈ ചെയ്ത് തരുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഫോം 16 എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം വരെ നിങ്ങളുടെ എന്താണ് ഇൻകം ഫ്രം സാലറി, എത്ര സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചു.
പിന്നെ അതിനകത്ത് നിങ്ങൾ എന്തെല്ലാം ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തു, അതായത് നിങ്ങളുടെ DDO നിങ്ങൾ പ്രൂഫൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം DDO സമ്മതിച്ചു തരും. പ്രൂഫ് കൊടുത്തിട്ടില്ലെങ്കിൽ DDO സമ്മതിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എത്ര ഡിഡക്ഷൻസ് നിങ്ങൾ ക്ലെയിം ചെയ്തു, അതിന്റെ പ്രൂഫൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എല്ലാം അതിനകത്ത് എഴുതും. എന്നിട്ട് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ സാലറി എത്രയാണ് അത് അതിനകത്ത് കൊടുക്കും. അതിനകത്ത് നിങ്ങൾ എത്ര ടാക്സ് അടച്ചിട്ടുണ്ട്, ഇനി എത്ര അടയ്ക്കാൻ ബാക്കിയുണ്ടെന്നുള്ള ഒരു കണക്ക് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫോം 16 എന്ന് പറയുന്നത്. കുറച്ച് എനിക്ക് തോന്നുന്നു നേരത്തെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫോമാറ്റ് എടുത്തിട്ട് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യായിരുന്നു. 26 AS ഞാനിപ്പോൾ ഇൻകം ടാക്സ് റിട്ടേണിന്റെ സൈറ്റിൽ കാണിച്ചു തരാം. ഇന്ന് കുറച്ചും കൂടി മനസ്സിലാവുമല്ലോ 26 AS. ഇങ്ങനെ മതിയോ സ്റ്റെഫി? ഫോം 16 ഒരു കോപ്പി ഉണ്ട്, എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ബേസിക്കലി നിങ്ങൾക്ക് എത്ര ഇൻകം കിട്ടി, അതിൽ നിന്ന് എത്ര ഡിഡക്ഷൻസ് എല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്തു, നിങ്ങളെ ഫൈനൽ ടാക്സബിൾ ഇൻകം എത്രയാണ്, അതിൽ നിങ്ങൾ മറ്റേ 12 ലക്ഷത്തിന് താഴെ വരുന്നവരാണ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാവും. അത് പ്രകാരം നിങ്ങളുടെ ടാക്സ് മുഴുവൻ നിങ്ങൾക്ക് റിബേറ്റ് ആയിട്ട് നൽകിക്കൊണ്ട് ബാലൻസ് ടാക്സ് പേയബിൾ 0 എന്നുള്ള രീതിയിലാണ് എന്ത് വരിക, ഫോം 16 ഒരു ഫോമാറ്റ് വരിക. ഇനി അതല്ല 12 ലക്ഷത്തിന് മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾ എത്ര ടാക്സ് അടച്ചു, ഇനി എന്തെങ്കിലും അടയ്ക്കാൻ ബാക്കിയുണ്ടോ, അങ്ങനെ സർട്ടിഫൈ ചെയ്ത് തരുന്ന ഒരു ഫോമാണ് ഫോം 16. വേറെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയ എന്തെങ്കിലും എലിമെന്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഫോം 16-ലെ. സപ്പോസ് ഇപ്പൊ നമുക്ക് ഫോം 16 കയ്യിലില്ലാത്ത നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഫോം 16-ലെ ഇത് നോക്കി, പ്രത്യേകിച്ച് എംപ്ലോയീസ് ആകുമ്പോൾ അതിലുള്ള ഡിഡക്ഷൻസും സാലറി പർട്ടിക്കുലർസും വെച്ചിട്ടാണല്ലോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാം. സപ്പോസ് അത് ഇല്ലാന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 26 AS വെച്ചിട്ട് തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമോ? അതായത് പ്രൊവൈഡഡ് നമ്മൾ എന്തായിരിക്കണം, DDO ഇപ്പൊ 26 AS-ൽ എങ്ങനെയാ ഡാറ്റ വരുന്നതെന്ന് വെച്ചാൽ DDO എല്ലാ ക്വാർട്ടറിലും TDS റിട്ടേൺ ഫയൽ ചെയ്യണം, എല്ലാ ക്വാർട്ടറിലും. അതായത് ഇപ്പൊ April to June ഒരു ക്വാർട്ടറാണ്, ഇപ്പൊ ജൂലൈ ആകുമ്പോൾ ഫസ്റ്റ് TDS റിട്ടേൺ ഫയൽ ചെയ്യണം. അങ്ങനെ എല്ലാ ക്വാർട്ടറിലും ഓരോ TDS റിട്ടേൺ വെച്ചിട്ട് നിങ്ങൾ DDO ഫയൽ ചെയ്യണം. അപ്പോൾ ഓരോ ക്വാർട്ടറിന് ശേഷവും നിങ്ങളുടെ അടുത്ത് എത്ര ടാക്സ് പിടിച്ചു എന്നുള്ള ഒരു കണക്ക് 26 AS-ലേക്ക് വരും. അപ്പൊ അത് കറക്റ്റ് ആയിട്ടാണ് DDO കൊടുക്കുന്നെങ്കിൽ, അതായത് ഇത്ര സാലറി കൊടുത്തു ഇത്ര ടാക്സ് പിടിച്ചു എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള കണക്കാണ് DDO കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 26 AS മാത്രം മതി. പക്ഷെ എന്നാലും നമുക്ക് ഫോം 16 എന്താണ്, നമുക്ക് എത്ര ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്ത് എല്ലാം ഒരു കറക്റ്റ് ആയിട്ടൊരു എന്താ പറയാ തരുന്നൊരു രേഖയാണ് ഫോം 16. എപ്പോഴും നിങ്ങൾ അത് എന്ത് ചെയ്യുക, DDO-നോട് ഇൻസിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ DDO-യുടെ അടുത്ത് അത് വാങ്ങിയെടുക്കണം. ഫോം 16 എന്ന് പറയുന്നത് അതിലാണ് കറക്റ്റ് ആയിട്ടുള്ള കണക്കുകളുള്ളത്. 26 AS-ൽ നമ്മൾ എത്ര എമൗണ്ട് കൊടുത്തു എത്ര ടാക്സ് പിടിച്ചു എന്നുള്ള കണക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും ഫോം 16 DDO-നോട് ചോദിച്ചു വാങ്ങാം, അത് ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 26 AS വെച്ചിട്ട് തന്നെ ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ PFMS വഴിയാണോ സാലറി ഒക്കെ? സ്റ്റെഫി ഹലോ, PFMS വഴിയാണോ സാലറി? PFMS വഴിയാണോ സാലറിന്റെ സ്ലിപ്പ് ഒക്കെ കിട്ടുന്നത്? നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മളിപ്പം ഡിപ്പാർട്ട്മെന്റ്. അതെ മാഡം, അതെ APT അഡ്വാൻസ്ഡ് പോസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമുക്ക് സാലറി ഡ്രോ ചെയ്യുന്നത്. എല്ലാ എമൗണ്ടും കൃത്യമായിട്ട് കണക്ക് വരികയും നമ്മൾ ഈച്ച് ആൻഡ് എവറി പേയ്മെന്റ് അക്കൗണ്ടഡ് ആണ്, കൃത്യമായിട്ട് APT നമ്മളെ ടാക്സ് പിടിക്കുന്നുണ്ട്. ഓക്കെ ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാലേ, പിന്നെ നമുക്ക് തുറന്നു നോക്കിയാൽ ഒരു വർഷം നമുക്ക് എത്ര സാലറി കിട്ടിയെന്ന് ആ സോഫ്റ്റ്വെയറിൽ എല്ലാ എംപ്ലോയീസിനും തുറന്നു നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. മാഡം, എംപ്ലോയി സെൽഫ് സർവീസ് എന്ന് പറയുന്ന ഒരു സേവനം കൂടി അതിൽ ലഭ്യമാണ്. എല്ലാ എംപ്ലോയിക്കും അവനവന്റെ ഫോം 16 കാണാനുള്ള സൗകര്യം കൂടിയുണ്ട് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാലോ. അപ്പൊ അതിനകത്ത് നോക്കിയാൽ മതി, ഫയൽ ചെയ്യുന്ന സമയത്ത് ESS-ൽ പോവാ, എംപ്ലോയി സെൽഫ് സർവീസിൽ പോവാ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് എത്ര സാലറി കിട്ടി എത്ര ടാക്സ് പിടിച്ചു എന്നുള്ള കണക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതിനകത്ത് പോയാൽ മതി. അപ്പൊ പിന്നെ ഫോം 16 കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് 26 AS ആണ്. അത് ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് 26 AS ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയേ. നമ്മുടെ ഈ ഫോറിൻ ട്രാവൽ നടത്തിയാലേ അത് എന്താണ് ആ എമൗണ്ട്, അത് ഇൻകം ആയിട്ടാണോ കാണിക്കുന്നത്? അല്ല, ഒരിക്കലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ ഇൻകം അല്ല, നമ്മുടെ സാലറി ആണ് നമ്മുടെ ഇൻകം. അല്ലെങ്കിൽ ബാക്കിയുള്ള വരുമാന സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം ആണ് നമ്മുടെ ഇൻകം. അല്ലാണ്ട് നമ്മൾ ചെലവാക്കുന്നതിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇത്രയും ചെലവാക്കാൻ ഇവർക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കണം എന്നുള്ളതേ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഞാൻ ചോദിക്കാനുള്ള കാരണം, ഞാൻ എന്റെ 26 AS ഞാൻ ഡൗൺലോഡ് ചെയ്തായിരുന്നു.
അതില് TCS 20. അതെന്താന്ന് വെച്ചാല് നിങ്ങൾ ഒരു ഇന്റർനാഷണൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾ ഏതെങ്കിലും ടൂർ പാക്കേജ് വഴിയാണ് പോയിട്ടുള്ളതെങ്കിൽ അവർ TCS എന്നുള്ളൊരു എമൗണ്ടും കൂടി കളക്ട് ചെയ്യും. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വിവരം തരാൻ വേണ്ടി മാത്രം കളക്ട് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് 5% എങ്ങാനും ആയിരിക്കും അല്ലേ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. 5% അതിന് പുറമെ ഒരു 30,000 കൂടെ എന്റെ കാണുന്നുണ്ട്. അപ്പൊ അതാണ് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ്? TCS ഈ ഫോറിൻ ട്രാവൽ 5% അല്ലാതെ 30,000 എന്ന് പറയുന്നത് വണ്ടി എങ്ങാനും എടുത്തിരുന്നോ? ഇല്ല, ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ടൂർ ആയിട്ട് പോയതാണ്. അത്രേ ഉള്ളൂ അല്ലെ? 5%, അതായത് മൊത്തം ടൂർ പാക്കേജിന്റെ 5% നിങ്ങളുടെ TCS ആയിട്ട് അവർ കളക്ട് ചെയ്യും. ഓക്കെ. അത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ടാക്സ് പോർഷൻ ആണ്, നിങ്ങൾ അടച്ചൊരു ടാക്സ് തന്നെയാണ് അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാം. അതായത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് വാങ്ങിക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ 10 ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള ഒരു വാഹനം വാങ്ങിയാലും, അതായത് ഓൺ റോഡ് അല്ല, എക്സ് ഷോറൂം പ്രൈസ് 10 ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള ഒരു വാഹനം വാങ്ങിയാലും അതിന്റെ ഒരു ശതമാനം ഇവര് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യും. അത് നിങ്ങളുടെ 26 ഡേയ്സിൽ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് മേടിക്കും. മാഡം ഒരു നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഇപ്പം പാൻ കാർഡായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പം നമ്മളിപ്പം ഒരു എന്താ പറയുക, ഒരു ഫണ്ട് റേസിങ് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവുന്ന സമയത്ത് നമ്മളൊരു ഫണ്ട് റേസിങ് നടത്തുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് നമ്മൾക്ക് ഇൻകം ടാക്സ് ആയിട്ട് അതിന് വരുമോ? അല്ലാതെ എന്താണെന്ന് അറിയാം, അത് എപ്പോഴും നമ്മൾ നല്ലത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമുക്ക് ബേസിക്കലി നമ്മുടെ അക്കൗണ്ടിൽ വന്ന റെസീറ്റ്സ് പുറത്തേക്ക് പോയി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാൽ മതി. അതാണ് അതിന്റെ ഒരു ബേസിക് കാര്യം. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു എമൗണ്ട് ഉണ്ടാവാൻ പാടില്ല. റെസീറ്റ് ആയിട്ട് അത് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പോയി, അതെങ്ങനെ ചെലവാക്കി നിങ്ങൾക്ക് ബേസിക്കലി പറയാൻ പറ്റണം. അതൊന്ന്. പക്ഷെ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അക്കൗണ്ട് തുടങ്ങുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു സംഭവം. പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിന്റെ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതൊക്കെ ചില പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ചില റിട്ടേൺ മാത്രം സെലക്ട് ചെയ്യും. അതിലിപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും ട്രാൻസാക്ഷൻസ് ഉള്ള റിട്ടേണുകളായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് അത് സ്ക്രൂട്ടിനൈസ് ചെയ്യും, ഇതൊക്കെ എന്തിനാണ് വന്നതെന്നത്. നമുക്ക് റാൻഡം ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങളെ കേസ് വരണമെന്നില്ല. ചിലപ്പോൾ ഇതേപോലെയുള്ള വേറെ വർഷങ്ങളിൽ വേറെ ആൾക്കാർക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ റാൻഡം ആയിട്ട്, അതായത് ഇത്രയും കൂടി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്ന രാജ്യത്ത് വളരെ റാൻഡം ആയിട്ട് കുറച്ച് പേരത് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ നിങ്ങളെ കേസ് പെട്ടുപോയാൽ എന്താന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിലൊന്നും അല്ല ഹിയറിംഗ് ഒന്നും നടക്കുന്നത്. വളരെ ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്ത് എല്ലാം ഓൺലൈൻ ത്രൂവേ നമുക്കിപ്പോൾ അപ്ലോഡ് ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഓൺലൈൻ ത്രൂവേ പറ്റും. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ കേസൊക്കെ പോയി നിൽക്കുക UP-യിലോ രാജസ്ഥാനിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അവർക്കത് മനസ്സിലാവാന്നുള്ളൊരു സംഭവം ഈ ഭാഷയുടെ പരിമിതികൾ കൊണ്ടോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും നല്ലത് നിങ്ങൾ ഇങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ വേണ്ടി പോകുമ്പോൾ അതിനായിട്ടൊരു അക്കൗണ്ട് തുടങ്ങുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളൊരു സംഭവം. അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. ഇനി അങ്ങോട്ട് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണ്ട. പക്ഷെ ഇനി അങ്ങോട്ടെങ്കിലും അതിനായിട്ടൊരു അക്കൗണ്ട് നിങ്ങൾ രൂപീകരിക്കുക. Okay, thank you. Sir, cash deposit in your bank account, you should be able to explain the source. Okay? Okay, sir. Otherwise, you will receive a notice for scrutiny. This fundraising you have told, no? Yeah. If others transfer money or put cash in your account, then you will be should be able to explain the source. Yeah. Okay, otherwise if it exceeds certain limit, as madam told, it will be taken for scrutiny. Okay? Okay. It is better to avoid such things in your account. Okay. Okay, right, thank you. മാഡം ഒരു ഡൗട്ടേ, പറഞ്ഞോളൂ. PLI മെച്യൂരിറ്റി എമൗണ്ടിന് ടാക്സ് ഉണ്ടാവുമോ ഇപ്പൊ ഈ ഇല്ല, മെച്യൂരിറ്റി പ്രൊസീഡിങ്സിന് ടാക്സ് ഇല്ല. പിന്നെ നിങ്ങൾ TDS ഡിഡക്ട് ചെയ്യുന്നില്ലല്ലോ അല്ലെ? 10% പ്രീമിയത്തിന്റെ 10% കൂടുതലാണ് ഓരോ വർഷവും നിങ്ങൾ അടച്ചതെങ്കിൽ, അല്ലാതെ LIC പോളിസിക്കാണ്. PLI ഇല്ലല്ലോ അല്ലെ? TDS ഡിഡക്ട് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ നോക്കിയപ്പോ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്, അതാ ചോദിച്ചത്. ഏതാണ് മെച്യൂരിറ്റി പ്രൊസീഡിങ്സിന്റെ പോളിസിയാണ് എടുത്തത്. അതിനേക്കാൾ PLI പോളിസി 3 lakhന്റെ ആണ് എടുത്തത്. അത് പിന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ആ എക്സസ് എമൗണ്ട് ഉണ്ടാകല്ലേ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നേ, ആ എമൗണ്ടിന് ടാക്സ് വന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ? കേസ് AIS പോയി നോക്കുമ്പോഴാണോ കാണുന്നത്?
അത് ഞാനല്ല ചെയ്തത്, അങ്ങനെ പറഞ്ഞു. ഓക്കെ ഓക്കെ. നമ്മള് പ്രീമിയം ഇല്ലേ എപ്പോഴും 10% കൂടുതലാണ്. അതായത് നമ്മളെ ടോട്ടൽ ടെന്യൂർ എടുത്ത് നോക്കുമ്പോൾ പ്രീമിയം അടച്ചത് 10% കൂടുതലാണെങ്കിലാണ് നമുക്ക് പൊതുവെ ടാക്സബിലിറ്റി വരുന്നുള്ളൂ. അപ്പോ ഒന്ന് നോക്കേണ്ടി വരും. നിങ്ങളുടെ ഓഫീസ് എവിടെയാ വരുന്നത്? ഓഫീസ് ബീച്ചില് HR ബീച്ചിൽ. പറ്റുവാണെങ്കിൽ ഒന്ന് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്ത് പോയോ? ഇല്ലല്ല, ഫയൽ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. ഒന്ന് ഓഫീസിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. പിന്നെ നമുക്ക് റിട്ടേൺ ഫയലിംഗിലേക്ക് നീങ്ങിയാലോ? അത് നോക്കാം മാം. നോക്കാം അല്ലേ? ഓക്കെ. ഒരു മിനിറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ശരി ചേച്ചി, മാഡം വരുന്നത് വരെ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കൂടുതൽ എന്തെങ്കിലും പറയാൻ? മാഡം എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു മിഥുനെ. നമ്മള് ഫോം 16 ഞാന് നമ്മളെ രേഷ്മ ബിന്ദു മാഡം പറഞ്ഞത് പ്രകാരമാണ് നമുക്ക് ESS എന്ന് ഫോം 16 വ്യൂ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത്. അതിലെന്തേ മാറ്റം ഉണ്ടോന്ന് ഞാൻ നാളെ ഒന്ന് നോക്കി നോക്കാം. ഫോം 16 വ്യൂ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മള് ഫോം 16 എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും നമ്മൾ ജൂൺ 2nd വീക്ക് ആകുമ്പോഴേക്കും ഫോം 16 ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ ട്രാൻസ്പോർട്ട് അലവൻസിന്റെ 3200 രൂപ കുറച്ചോ എന്നുള്ളത് അത് നമ്മളുടെ കാൽക്കുലേഷൻ മുഴുവൻ APT ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കാൽക്കുലേഷനും നമ്മളതിൽ ചെറുതായിട്ട് നമ്മളൊരു എക്സൽ അതിന്റെ പാരലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. APT സോഫ്റ്റ്വെയർ എല്ലാം കൃത്യമായിട്ട് പിടിക്കുന്നുണ്ട്. ഹലോ, ശ്രുതി മാഡം കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ എല്ലാരും ഇ ഫയലിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? എല്ലാരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേരും കാര്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വേണ്ടത്. അപ്പൊ അത് വെച്ചിട്ട് ആദ്യം ഇ ഫയലിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നെ വേണ്ടത് ഇപ്പൊ ഞാനിതാ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും ഓപ്ഷൻസ് ഇവിടെ കാണാം. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ 26 AS എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ, ഇ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിനകത്ത് ഇൻകം ടാക്സ് റിട്ടേൺസ്, അതിനകത്ത് വ്യൂ ഫോം 26 AS. ഇത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 1961 മാറി 2025 ആയിട്ടുണ്ട്. അപ്പം പഴയ ആക്ട് പ്രകാരമുള്ളതാണ് 26 AS, പുതിയ ആക്ട് പ്രകാരമുള്ളത് ഫോം 168 എന്നാണ് പറയാ. അപ്പൊ നമുക്ക് പക്ഷേ കഴിഞ്ഞ വർഷം ആയതുകൊണ്ട് 26 AS തന്നെ മതി കേട്ടോ. കഴിഞ്ഞ വർഷം നമുക്ക് 1961 ആക്ട് ആണ്, അതുകൊണ്ട് 26 AS മതി. അടുത്ത വർഷമാകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഓപ്ഷൻ ഇതാണ് കേട്ടോ. വ്യൂ ഫോം 168 ഇൻകം ടാക്സ് ആക്ട് 2025 ആണ്. ഇപ്പൊ നമുക്കിത് മതി. ഇതിനകത്ത് ഒന്നിവിടെ ടിക്ക് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് കൊടുത്താൽ ക്ലിക്ക് വ്യൂ ടാക്സ് ക്രെഡിറ്റ് ഫോം 26 AS ആനുവൽ ടാക്സ് സ്റ്റേറ്റ്മെന്റ്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ തൊട്ട് അടുത്ത വർഷമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ 25-26 റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യേണ്ടത് 26-27 എന്നാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വ്യൂ ആസ് HTML കൊടുക്കുക, എന്നിട്ട് വ്യൂ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് വന്നാൽ വ്യൂ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എക്സ്പോർട്ട് ആസ് PDF കൊടുത്താൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഞാൻ PDF ആയിട്ട് കൊടുക്കാം.
എക്സ്പോർട്ട് ആസ് PDF. താഴോട്ട് വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് എൻ്റെ പേരിൽ എനിക്ക് ഈ വർഷം കിട്ടിയ ടാക്സ് ക്രെഡിറ്റുകൾ എന്ന് കാണാൻ പറ്റും. എത്ര എമൗണ്ട് എനിക്ക് ഓരോരുത്തരുടെ അടുത്ത് നിന്ന് കിട്ടി, എത്ര ടാക്സ് പിടിച്ചു എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇതാ ഇപ്പൊ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് ഇപ്പൊ 2 DDOമാരെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തു. അപ്പൊ 2 സാലറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എത്ര ടാക്സ് പിടിച്ചു, പിന്നെ ബാങ്കിൽ നിന്ന് എത്ര ഇൻട്രസ്റ്റ് കിട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇത്. അപ്പൊ ഇത്രേ ഇതിനകത്തുള്ളൂ. പിന്നെ നിങ്ങൾ അല്ലാതെ അതിനകത്ത് വേറെ എന്തെങ്കിലും ബാങ്ക് വഴി, അതായത് ബാങ്ക് കൂടെ ചെലാന് വഴി വല്ല ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ എവിടെ വരും? ഇതിനകത്ത് വരും. അതായത് അതിപ്പോ ഇവിടെ അത് കാണുന്നില്ല, എനിക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ കഴിഞ്ഞ കൊല്ലം എന്തെങ്കിലും റീഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ഇതിനകത്ത് വരും. അങ്ങനെ എല്ലാം കൂടെ എത്ര സാലറി കിട്ടി, എത്ര ടാക്സ് പിടിച്ചു, അത്ര മാത്രമേ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഫോം 26A. അപ്പൊ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ DDOന്റെ അടുത്തുള്ള ഫുൾ ടാക്സ് ക്രെഡിറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഫുൾ ടാക്സ് ഇതിനകത്ത് വരും. ഇനിയുള്ളത് നമ്മൾ നോക്കേണ്ടത്, റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് AIS എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ട്. ഇതാ കണ്ടോ, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ ഒരു AIS എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇപ്പൊ ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി ഉണ്ട്, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇപ്പൊ നേരത്തെ കണ്ടതല്ലാത്ത കുറച്ച് സാധനങ്ങളൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സാലറി വന്നു, അതല്ലാതെ ഞാനിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് സ്റ്റോക്ക് വാങ്ങി, അതിനകത്ത് എനിക്ക് കുറച്ച് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്, അത് ഇവിടെ വന്നു. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക്, നേരത്തെ കണ്ടത് ഒരു ബാങ്കിൽ നിന്ന് കിട്ടിയ ജസ്റ്റ് അവര് പാസ് ഓൺ ചെയ്തൊരു FDന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ്. ഇത് സേവിങ്സ് ബാങ്കിലെ ഇൻട്രസ്റ്റും കൂടെ ഇവിടെ വന്നു. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്, നേരത്തെ സ്ഥലത്ത് നിങ്ങൾ ഒരെണ്ണേ കണ്ടിട്ടുള്ളൂ, കാരണം അത് TDS പിടിച്ചതായതുകൊണ്ടാണ് അവിടെ വന്നത്. ഇവിടെ ഇവിടെ ഏതൊക്കെ ബാങ്കിൽ നിന്നാന്നുള്ള ഒരു ബൈഫർക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ഇത് രണ്ടും വന്നു. പിന്നെ ഇതേപോലെ സ്റ്റോക്ക് ഒരെണ്ണം വിറ്റിട്ടുണ്ട്, അതിന്റെ 42,000 രൂപയും വന്നു. അപ്പൊ ഈ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും സാധനങ്ങൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ചിലപ്പോൾ ഇതൊന്നും ഓട്ടോമാറ്റിക്കലി കയറി വരണം എന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സാലറിന്ന് ഇത്രയുണ്ട്, ഡിവിഡൻഡ് ഇത്രയുണ്ട്, ഇൻട്രസ്റ്റ് ഫ്രം SB ഇത്രയുണ്ട്, ഡെപ്പോസിറ്റ് ഇത്രയുണ്ട്, അങ്ങനെ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ. ഇനി ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറിയാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. ഇനി ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ബേസിക്കലി ഇത് രണ്ടും സെയിം ആയിരിക്കും. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ഇത് രണ്ടും ഏകദേശം ഈക്വൽ ആണ്, കാരണം ഇവിടെ TDS ഉണ്ട്, ഇവിടെ SFTയിൽ പോയാൽ വേറെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. ഇത് എവിടെ നിന്നൊക്കെ ഡിവിഡൻഡ് വന്നെന്നുള്ള ബ്രേക്കപ്പ് കിട്ടും, ടാക്സസിന്റെ പേയ്മെന്റ് കിട്ടും, പിന്നെ ഡിമാൻഡ് ആൻഡ് റീഫണ്ട് കിട്ടും, അതർ ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ എല്ലാം ബേസിക്കലി എന്താണ്, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏതൊക്കെ ഇൻകം കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഇവിടെ റിഫ്ലക്റ്റ് ആയിരിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഏത് റിട്ടേൺ ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. ITR 1 ആണോ ITR 2 ആണോ? ITR 1 ഫയൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് 50 ലക്ഷത്തിൽ താഴെയാണ് സാലറി, പിന്നെ നിങ്ങൾക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇൻകം മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ നിൽക്കുന്ന പ്രോപ്പർട്ടി കൂടാതെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി കൂടെ ഇല്ല, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ITR 1 ഫയൽ ചെയ്യേണ്ടത്. അതല്ലാത്ത കേസിലൊക്കെ ITR 2 അതായത് നിങ്ങൾക്ക് 50 ലക്ഷത്തിൽ കൂടുതലാണ് സാലറി, നിങ്ങൾക്ക് 2 ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിറ്റുവരവുകളൊക്കെ കാണിക്കാനുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ITR 2 ഫയൽ ചെയ്യണം. ITR 1 ഉള്ളത് ബേസിക്കലി സാലറി, ഒരു ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ നിങ്ങൾ FD എന്നൊക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് ITR 1 ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനിപ്പോൾ ITR 1 മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സെലക്ട് അസസ്മെന്റ് ഇയർ ആദ്യം കൊടുത്തു. മാഡം ഒരു ഡൗട്ട്, മാഡം ഇതിൽ ഒരു SIP ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിൽ SIP ഒന്നും ഞാൻ സെയിൽസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ജോയിൻ ചെയ്തതേ ഉള്ളൂ.
ഓക്കെ. അപ്പൊ അത് AEs എടുക്കുമ്പോ അവിടെ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട് SIP പർച്ചേസ് അല്ലേ? പർച്ചേസ് നോക്കണ്ട. ആ അത് അത് റിഡീം ചെയ്യുമ്പോ മാത്രം കാണിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ 26-27 അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്തു, ഓൺലൈൻ മോഡാണെന്ന് സെലക്ട് ചെയ്തു, കണ്ടിന്യൂ. ഞാൻ ട്രൈ ചെയ്തിരുന്നു, അപ്പൊ അതിന്റെയാണ് ITR 2. അപ്പൊ ഞാനിപ്പോ ITR 1 കാണിച്ചുതരാം. അപ്പൊ ഫയൽ ഫ്രഷ് ഇൻകം ടാക്സ് റിട്ടേൺ, സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇൻഡിവിജ്വൽ, പ്രൊസീഡ്, എന്നിട്ട് വിച്ച് ITR ഫോം. ഇവിടെ ഞാൻ പറഞ്ഞ ITR 1 ഉം 2. ഈ 1 2 അല്ലാത്തൊന്നും നമുക്ക് ബാധകമല്ല കേട്ടോ. 3 ഒക്കെ വരുന്നത് പിന്നെ ബിസിനസ്സുകാർക്കാണ്. 4 ഈ പ്രൊഫഷണൽ അങ്ങനത്തെ ഇൻകം ഉള്ളവർക്കാണ്. അപ്പൊ നമുക്ക് 1 and 2 മാത്രമേ ബാധകമാവുന്നുള്ളൂ. ഈ 1 തന്നെ 2 ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ, അതായത് സ്ഥലം വിറ്റ പൈസയോ അല്ലെങ്കിൽ സ്റ്റോക്ക് വിറ്റ പൈസയോ ഒക്കെ ഉണ്ടെങ്കിൽ ITR 2 ആണ്. ITR 1 സാലറിയും പിന്നെ ഇൻട്രസ്റ്റും പിന്നെ ഒരു ഹൗസ് പ്രോപ്പർട്ടി, അങ്ങനെയുള്ളവരെ ITR 1 എടുക്കാൻ പാടും. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാവിംഗ് ടോട്ടൽ ഇൻകം അപ് ടു ₹50 lakh, ഹാവിംഗ് ഇൻകം ഫ്രം സാലറി, 2 ഹൗസ് പ്രോപ്പർട്ടീസ്, അതർ സോഴ്സ്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്താക്കാൻ പറ്റൂ, ITR 1 ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രൊസീഡ് വിത്ത് ITR 1. ഇവിടെ ഓക്കെ കൊടുക്കുക. അതായത് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഇതിൽ നിന്ന് എടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, അത് കൊടുക്കുക. ഇവിടെ ഒരു ബട്ടൺ കൂടെ ഉണ്ട്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്, അതുകൂടെ കൊടുക്കുക. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് ഈ പേജ് ചോദിക്കുന്നത്. ആർ യു ഫയലിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ എനി ഓഫ് ദ ഫോളോയിങ് റീസൺസ്. അപ്പൊ നമ്മൾ ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയൽ ചെയ്യുന്നത്. അപ്പൊ ടാക്സബിൾ ഇൻകം ഇസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ്, അത് കൊടുക്കുക, കണ്ടിന്യൂ. അപ്പൊ ഇത് നമ്മളോട് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ വെച്ചിട്ട് നിങ്ങളുടെ ഇതൊക്കെ പ്രീഫിൽ ചെയ്ത് വരും. അപ്പൊ നമ്മൾ ഓക്കെ കൊടുത്തേക്കാം. ഇനി ആദ്യം പോകേണ്ടത് പേഴ്സണൽ ഇൻഫർമേഷനിലാണ്. പേഴ്സണൽ ഇൻഫർമേഷനിൽ പോവാ. ഈ പ്രൊഫൈലിലൊന്നും വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഒരു ഫീൽഡ് കാണാം, ഇസ് ദ സെക്കൻഡറി അഡ്രസ് സെയിം ആസ് പ്രൈമറി അഡ്രസ്. പക്ഷെ ഇവിടെ കൊടുക്കാൻ യെസും നോ ഒന്നും ഇല്ല. പക്ഷെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തിട്ട് ഇവിടെ ഇസ് ദ സെക്കൻഡറി അഡ്രസ് സെയിം ആസ് പ്രൈമറി അഡ്രസ്, അപ്പൊ അവിടെ യെസ് കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല. അപ്പൊ അത് കൊടുത്തു. പിന്നെ നമ്മൾ നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് കൊടുക്കുകയാണ്, അത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുക. പിന്നെ ഫയലിംഗ് സെക്ഷൻ, അതായത് റിട്ടേൺ ഫയൽഡ് ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ്. അറിയാലോ, ജൂലൈ 31 നമ്മുടെ ഡ്യൂ ഡേറ്റ്. അപ്പൊ അങ്ങനെയുള്ളവർ 139(1) കൊടുക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അത് ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജൂലൈ 31 ശേഷമാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 139(4) കൊടുക്കുക. അത് ഡിസംബർ വരെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ, ഡിസംബർ 31 വരെ. അങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് 234F എന്ന് പറഞ്ഞൊരു ഫീയും കൂടെ അതിനകത്ത് കയറും. അത് ഒരു 5000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് വരും, ഫീ ആയിട്ട് വരും, 139(4) ആണെങ്കിൽ കേട്ടോ. ഇപ്പൊ നമ്മൾ 139(1) പോകാം. അടുത്തത്, ഡു യു വിഷ് ടു എക്സസൈസ് ദ ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115 BAC ഓഫ് ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ ടാക്സ് റെജീം. ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ ടാക്സ് റെജീം എന്ന് പറയുമ്പോൾ ഓൾഡ് ടാക്സ് റെജീം വേണോന്ന്, അത് വേണ്ട. അപ്പൊ നമ്മൾ ന്യൂ കൊടുത്തു. അപ്പൊ നമുക്ക് ന്യൂ ടാക്സ് റെജീം ആണ് വേണ്ടത്, അപ്പൊ ന്യൂ കൊടുത്തു. ന്യൂ ഓൾഡ് ടാക്സ് റെജീം വേണ്ടവര് യെസ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെദർ ദിസ് റിട്ടേൺ ഇസ് ബീങ് ഫയൽഡ് ബൈ എ റെപ്രസെന്റേറ്റീവ് SSC, ന്യൂ, നമ്മൾ തന്നെയാണ് ഫയൽ ചെയ്യുന്നത്, അപ്പൊ ന്യൂ. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസിൽ ഏതെങ്കിലും ഒരു ബാങ്ക് നമ്മൾ എന്ത് ചെയ്യുക, റീഫണ്ടിന് വേണ്ടി നോമിനേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഞാൻ ഒരു അക്കൗണ്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നോമിനേറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത്രയും. അപ്പൊ നമ്മളത് കൺഫേം കൊടുത്താൽ പേഴ്സണൽ ഇൻഫർമേഷൻ കൺഫേംഡ് ആയിട്ട് വന്നു. ഇനി പോകുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞ നമ്മുടെ സ്ക്രീനിലേക്കാണ്, അല്ല ടാബിലേക്കാണ്. അവിടെ നമ്മളെ സാലറി ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നു, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ AISൽ ഇൻഫർമേഷൻ നമ്മൾ എഴുതി വെച്ചിരുന്നത് എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത്, അത് ഇവിടെ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് തെറ്റാന്ന് തോന്നിയാൽ, അതായത് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല, ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ഇവിടെ പോയിട്ട് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഇത്ര ഇല്ല, എന്നിട്ട് ഞാനത് അപ്പൊ നമുക്കത് അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. അപ്പൊ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് ഉറപ്പ് വരുത്തണം നിങ്ങൾക്ക് കിട്ടാത്തതാണെന്ന്. ഒരിക്കലും അല്ലാത്തൊരു എമൗണ്ട് എഡിറ്റ് ചെയ്ത് ഇടാൻ പാടില്ല. എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടില്ലെങ്കിൽ, അങ്ങനെ കിട്ടിയ എമൗണ്ട് എഡിറ്റ് ചെയ്ത് ഇട്ടതാണെങ്കിൽ എന്തായാലും നോട്ടീസ് ആയിട്ട് വരും. അപ്പോൾ
ഒരിക്കലും കിട്ടിയ എമൗണ്ട് ആണെങ്കിൽ എഡിറ്റ് ചെയ്യരുത്. കിട്ടാത്ത എമൗണ്ട് ആണ്, ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ വന്നു പോയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് പെൻഡിങ്, അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, കൺഫേം. അപ്പൊ നമുക്ക് ഇൻകം ഇത്രയാന്ന് കൺഫേം ആയിട്ട് വന്നു. ഇൻകം എത്രയാന്നുള്ളത്. ഇനി നമ്മൾ എന്തെങ്കിലും ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്നുണ്ടോ, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ന്യൂ ടാക്സ് റെജീമിലുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് 80 CCD2 എന്ന് പറഞ്ഞത്, അതായത് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ബൈ എംപ്ലോയർ. ഇത് മാത്രമേ നമുക്ക് ന്യൂ ടാക്സ് റെജീമിൽ ഒരു ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നിനെ കുറിച്ചും ബോദർ ചെയ്യേണ്ട, അതും കൺഫേം കൊടുക്കുക. എന്നിട്ട് ടാക്സസ് പെയ്ഡ് എന്നുള്ള സ്ഥലത്ത് TDS മാത്രമാണെങ്കിൽ ഇവിടെ ഉണ്ടാവും, ഇത് കൊടുക്കുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. എന്നിട്ട് വെരിഫൈ യുവർ ടാക്സബിലിറ്റി ഡീറ്റെയിൽസ്. അപ്പോൾ ഇതാണ് 96,245 രൂപ ടാക്സബിൾ ആണ്, അതും കൺഫേം കൊടുക്കുക. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അന്ന് വന്നോളൂ കേട്ടോ. എന്നിട്ട് പ്രൊസീഡ് ടു വെരിഫിക്കേഷനിൽ പോകും. അപ്പോൾ അവസാനം 80 രൂപ പേയബിൾ അല്ല റീഫണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ റിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവാം. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. വാലിഡേഷന്റെ സമയത്താണ് അവസാനം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എറേഴ്സ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുത്താൽ ന്യൂ എറേഴ്സ് ഫൗണ്ട് എന്നാണ് ഉള്ളത്. ഇപ്പൊ പൊതുവെ ഇത്ര എളുപ്പത്തിൽ വരാറില്ല, എന്തെങ്കിലും ചെറിയ എറേഴ്സ് ഒക്കെ വരും. പക്ഷെ ആ എററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. ഇതാണ് ബേസിക്കലി ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സംഭവം. ഇനി വെരിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിന്റെ കാര്യത്തിൽ? ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും എറർ വന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാഡം ഒരു സംശയം ചോദിച്ചോട്ടെ. ഓ, ഈ മ്യൂച്വൽ ഫണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ സെൽ ചെയ്തിരുന്നു. ഓ, അപ്പൊ അത് നമ്മള് ഇങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ ITR 1 തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അല്ല 2 ആണ്. നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആണ്. മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ITR 2 ആണ്. നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയാണോ ചെയ്യുന്നത്? അപ്സ്റ്റോക്സ്, സിറോദി അങ്ങനെ എന്തെങ്കിലും വഴിയാണോ? ഇത് അപ്സ്റ്റോക്സ് വഴി വാങ്ങിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് ടാക്സ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട്സിൽ ടാക്സ് റിപ്പോർട്ട് ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ITR 2 ഇപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് ഇദ്ദേഹത്തിന് മാത്രം കാണിച്ചു കൊടുക്കാണ്. ഫയൽ ഇൻകം ടാക്സ് റിട്ടേണിൽ പോയിട്ട് അസസ്മെന്റ് ഇയർ ചെയ്യുമ്പോൾ ITR 2 അല്ലെ, ITR 2 ആകുമ്പോൾ ITR 2 സെലക്ട് ചെയ്ത് എന്നിട്ട് പ്രൊസീഡ് വിത്ത് ITR 2 കൊടുത്തിട്ട് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം ഏതൊക്കെ ഷെഡ്യൂളാണ് നമുക്ക് ഉള്ളതെന്നുള്ളത്. അപ്പം ജനറൽ ഇൻഫർമേഷൻ നമ്മൾ സെലക്ട് ആയി. എന്നിട്ട് നമ്മൾ ഇൻകത്തിൽ പോയിട്ട് ഏതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് ടിക്ക്, ഇത് വേണ്ട. ഇതിൽ നമുക്ക് ഉണ്ടാവാം മിക്കവാറും ഒന്നെങ്കിൽ 112A, അതായത് ഇതായിരിക്കും. ഒന്നെങ്കിൽ ഷോർട്ട് ടേം ആയിരിക്കും. അല്ലെ എന്തായിരുന്നു, ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? അതൊരു സിപ്പായിട്ട് ചെയ്തതാണ്, ഒരു 3 വർഷം മുന്നേ ചെയ്തതാണ്. 3 വർഷം മുമ്പാണെങ്കിൽ ലോങ് ടേം ആണെങ്കിൽ നിങ്ങൾക്ക് ITR 1 ആയാലും മതി കേട്ടോ. അതാണ് ഞാൻ വിചാരിച്ച ഷോർട്ട് ടേം ആണ്. ലോങ് ടേം ITR 1 മതി. അത് 1,25,000 കൂടാനും പാടില്ല ക്യാപിറ്റൽ ഗെയിൻ. അത്രയും ITR 1 മതി. മാഡം അത് ഏത് ITR 1 അതെവിടെ നമ്മൾ കാണിക്കേണ്ടി വരും? അവിടെ ഇപ്പൊ നമുക്ക് ഓൾറെഡി കിട്ടിയ ഫോംസ് ഇതുവഴി അത് ഉണ്ടാവില്ലല്ലോ ഫോം 16.
അത് ഫോം 16 ഇല്ലല്ലോ. ഒരു മിനിറ്റ്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ITR 1 എവിടെ ഞാൻ തിരിച്ചു വരാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ഡൗട്ട് ഇപ്പത്തെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓക്കെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫയലിംഗുമായി ബന്ധപ്പെട്ടിട്ട്? ഉണ്ടോ? ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് നമ്മളിപ്പോ ഓൾറെഡി ജൂലൈ 31 മുമ്പേ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു. വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജൂലൈ 31 അത് പറ്റും. മുമ്പ് നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ 31 വരെ എപ്പം വേണമെങ്കിലും റിവൈസ്ഡ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. അതിന് വേറെ ഫീ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് എപ്പോഴും ഫയൽ ചെയ്തതിന് ശേഷം ഇൻകം ടാക്സ് റിട്ടേൺസിൽ കയറിയിട്ട് വ്യൂ ഫയൽഡ് റിട്ടേൺസ് ഒന്ന് നോക്കുക കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ടാബ് വ്യൂ ഫയൽഡ് റിട്ടേൺസ്. അതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ആണ് ഇപ്പൊ ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ഇതിനകത്തൊരു ഇന്റിമേഷൻ ഓർഡർ കാണാം. ഇതൊന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കണം. ഡൗൺലോഡ് ഇന്റിമേഷൻ ഓർഡർ, അതായത് നിങ്ങളെ റിട്ടേൺ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്റിമേഷൻ ഓർഡർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതിനകത്ത് നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കുമ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ പാനും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെയാണ് കേട്ടോ. രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ. നടുവിൽ സ്പേസ് ഒന്നും വേണ്ട. പാന് സ്മോൾ ലെറ്റേഴ്സിൽ അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തും അതിന്റെ തുടർച്ചയായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇന്റിമേഷൻ ഓർഡർ കിട്ടും. അപ്പൊ അത് ആദ്യം ഹിന്ദിയിലാണ്, പിന്നെ താഴോട്ട് ഇംഗ്ലീഷ് ഉണ്ട്. Madam, you tell them EVC verification, that is most important. Okay, sir. ഓക്കെ, ദെൻ സാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ ചെയ്യാനുള്ളത് നമ്മളിപ്പം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ അവിടെ നിർത്തിയിരുന്നല്ലോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗിന്റെ സമയത്ത്. അപ്പൊ അവിടെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ വെരിഫൈ ചെയ്യാന്നുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ആധാർ OTP വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. അധികം എല്ലാവരും ഇപ്പൊ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും ഫോൺ നമ്പർ. അപ്പൊ ആധാർ OTP വെച്ചിട്ട് വെരിഫൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു EVC ജനറേറ്റ് ചെയ്യാം. EVC ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും വെരിഫൈ ചെയ്യാം. അപ്പൊ ഏറ്റവും എളുപ്പം ആധാർ OTP വഴി ചെയ്യുന്നതായിരിക്കും. ഞാൻ ആധാർ OTP വഴിയേ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. വെരിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അത് ഒരിക്കലും മറന്നു പോകരുത്. അതായത് നമ്മൾ വെരിഫിക്കേഷനും കൂടി കംപ്ലീറ്റ് ആയാലേ നമ്മളെ റിട്ടേൺ ഫയലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. നിങ്ങൾ ഇത് ഫയൽ ചെയ്തിട്ട് വെരിഫൈ ചെയ്യാൻ വിട്ടുപോയാൽ ഇൻവാലിഡ് ആവും റിട്ടേൺ കേട്ടോ. അതൊന്ന് ഓർക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ പറഞ്ഞു വന്നത് ഇത് നമ്മൾ എപ്പോഴും നോക്കുക. അപ്പൊ ഈ ഇന്റിമേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുക എന്തെങ്കിലും പേയ്മെന്റ് ഡ്യൂ ആണോ, നമ്മളെ കാൽക്കുലേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഈ ഇന്റിമേഷൻ ഓർഡറിൽ ഉണ്ടാവുക. എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് സാലറിയിൽ നിന്ന് എത്ര ഇൻകം കിട്ടി, ഹൗസ് പ്രോപ്പർട്ടി എത്ര, ക്യാപിറ്റൽ ഗെയിൻ എത്ര, ഇൻകം ഫ്രം അതർ സോഴ്സ്, അങ്ങനെ എല്ലാം കൂടെ കിട്ടി അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കാനുണ്ടോ എന്നുള്ളതൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ടാവും കേട്ടോ. ബാലൻസ് എന്നൊക്കെ പറഞ്ഞ ഫിഗറിൽ. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ പിന്നെ ഒന്നും അടയ്ക്കാനില്ല എന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത അതേ ഇൻഫർമേഷൻ തന്നെയാണ് പ്രോസസ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യമാണ് ഈ പെൻഡിങ് ആക്ഷൻസിൽ വർക്ക് ലിസ്റ്റിൽ എന്തെങ്കിലും വന്ന് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ റെസ്പോൺസ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് ഡിമാൻഡ്, എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ഡിമാൻഡ് നിങ്ങളുടെ പാനൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സംഭവത്തിൽ ഒന്ന് കയറിയിട്ട് നോക്കുക.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചിലപ്പോൾ റിട്ടേൺ ഒക്കെ സ്ക്രൂട്ടിനിക്ക് എടുക്കും എന്തെങ്കിലും കാരണം കൊണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഈ പ്രൊസീഡിങ്സിലൊക്കെ ആയിരിക്കും വന്ന് കിടക്കുക. അപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് കയറി നോക്കുക. അങ്ങനെ എപ്പോഴൊന്നും വേണ്ട, വർഷത്തിൽ ഒരിക്കലോ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മതി. ഈ ഒരു 3 സംഭവം കേട്ടോ. പിന്നെ നമ്മുടെ AIS നേരത്തെ പറഞ്ഞു, പിന്നെ നമ്മുടെ 26 days വ്യൂ ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും അരിയേഴ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഇൻകം ടാക്സ് ഫോംസിൽ പോയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഫയൽ ചെയ്യേണ്ടത്. 89(1) റിലീഫ് കിട്ടുന്നത്, അതായത് അരിയേഴ്സ് ഒരുമിച്ചാണല്ലോ കിട്ടുക. അപ്പൊ അതിന് മൊത്തത്തിൽ ടാക്സ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് ശരിക്കും എല്ലാ ഇയേഴ്സിലേക്കും കൂടി സ്പ്ലിറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അത്ര ഒരു എഫക്റ്റ് തോന്നൂല. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്ത് ഫയൽ ചെയ്യണം, 10E എന്ന് പറഞ്ഞൊരു ഫോം ഫയൽ ചെയ്യണം. അപ്പൊ ആ 10E ഫോം ഒക്കെ എവിടെ ഉണ്ടാവുക വെച്ചാൽ ഇൻകം ടാക്സ് ഫോംസിലാണ് ഉണ്ടാവുക. അത് നിങ്ങൾ അരിയേഴ്സ് കിട്ടുന്ന വർഷം നമുക്കിപ്പോൾ പെൻഡിങ് ആണല്ലോ, മറ്റേ 8th CPC എപ്പോഴെങ്കിലും വരുന്നു വിചാരിക്കുന്നു. അപ്പൊ അത് അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷമൊക്കെ വരുവാണെങ്കിൽ ആ വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫയൽ ഇൻകം ടാക്സ് ഫോംസിൽ പോയിട്ട് 10E എന്ന് പറഞ്ഞ ഫോമും കൂടെ ഫയൽ ചെയ്യണം. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എത്രയെങ്കിലും ടാക്സ് അടയ്ക്കാൻ ബാക്കിയുണ്ടെന്ന് കാണുകയാണെങ്കിൽ പേ നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇ-പേ ടാക്സ് കയറിയിട്ട് ചെലാൻ അടയ്ക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മാഡം? ആ അവിടെ AIS ഫീഡ്ബാക്കിൽ ഇൻഫർമേഷൻ റാങ്കിൽ ഫീഡ്ബാക്ക് കിട്ടില്ല, ആ ഓപ്ഷൻ ഷോ കറണം. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ ഇൻഫർമേഷൻ റാങ്കിൽ ഫീഡ്ബാക്ക് ആ ഓപ്ഷൻ നോക്കട്ടെ. If you go to right side, there will be an option feedback. Right side, sir. Now, one information is there. No, in the one information, you just move this browser right left side. There will be an option. Give feedback whether it is correct or not. Agree with the source. Sir, which side, left or right? Right. Right. No, that information. You go to that inside screen. It's showing State Bank of India and all. Okay, that way. In that, if you come last, you'll have a feedback column. Is that? Minutes. Not getting that. This AIS only, no? Sir. AIS only, sir. AIS, you can say that view is there, no? SFT information. You go to some SFT information. In that, no information. You just give, if you go to that inner column and last right end you go, there will be a feedback column. Agreed or not, agreed by the deductor. But right now, okay. Right side, last side. Right now, okay, sir. Feedback type, understood, no? Yeah. That you show it to them. If any wrong information is there, they can tell. Okay, that will be useful. നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. നിങ്ങളത് ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഇൻകം ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫീഡ്ബാക്ക്. അപ്പൊ ഇതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. അപ്പൊ ഇതിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ഇൻഫർമേഷൻ ഇസ് കറക്റ്റ്, അല്ലെങ്കിൽ ഇൻകം ഇസ് നോട്ട് ടാക്സബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ എൻ്റെ ഒരു കേസിൽ ഇപ്പം ഒരേ ഇൻകം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് എന്ത് ചെയ്യാം, ഇത് എൻ്റെത് ഇൻഫർമേഷൻ ഇസ് നോട്ട് കറക്റ്റ് എന്നോ, ഇറ്റ്സ് നോട്ട് ഫുള്ളി കറക്റ്റ് എന്നോ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇസ് ഡിനൈഡ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് എനിക്കത് ഡിനൈ ചെയ്യാം. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. AIS നിങ്ങൾക്ക് വല്ല ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ നിങ്ങളത് അല്ലാത്ത ഇൻകോ കയറി പോയാൽ ഇവിടെ ഫീഡ്ബാക്കിൽ ഓപ്ഷണലിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പൊ SFT അപ്പോൾ ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇതൊന്ന് നോക്കിയാൽ മതി. അതായത് കാര്യമായിട്ട് SFT ഇൻഫർമേഷനിലാണ് അത് ഉള്ളത്. ഒരു ട്രാൻസാക്ഷനിൽ പോവാം, ഇവിടെ ഫീഡ്ബാക്ക് ഓപ്ഷണൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ആണോ അല്ലയോ എന്ന് കൊടുക്കാൻ പറ്റും. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡൗട്ട്. പുതുതായിട്ട് ഒരുപാട് പേര് സർവീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക്
താരതമ്യേന കുറവായിരിക്കുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണോ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? അതായത് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ പിന്നെ എല്ലാം കൊണ്ടും ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ നമുക്ക് അത്രയും സാലറി ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ റീസൺസ് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്കൊരു ബാങ്കിൽ പോയാലും എല്ലാം ചോദിക്കുന്നത് ITR-ന്റെ കോപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് റിട്ടേൺ എല്ലാ വർഷവും അങ്ങ് ഫയൽ ചെയ്യുക. എത്ര ഇൻകം ആയാലും വേണ്ടില്ല, നിങ്ങൾ അങ്ങ് ഫയൽ ചെയ്ത് ഇട്ടേക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഇനി അടുത്ത വർഷം ഒരു ലോണൊക്കെ വേണം, നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല ഇതുവരെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് അടുത്ത വർഷം ചെറിയൊരു ഫീസ് വരും, അതും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് അത് അടച്ചു കഴിഞ്ഞാൽ, ചെറിയ ഫീസ് അല്ല, ടാക്സ് ആയിട്ടാണ് വരിക, അത് കൂടെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ നിങ്ങൾക്കൊരു 2-3 വർഷം മുമ്പത്തേക്ക് വരെയുള്ളത് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെ 2 ലക്ഷത്തിന്റെ മുകളിലുള്ള ആൾക്കാർ മാത്രമല്ലേ ഇത് ഫയൽ ചെയ്യേണ്ടുള്ളൂ? അതെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ഫയൽ ചെയ്ത് ഇടാം. ഇപ്പൊ 2.5 താഴെയുള്ളവരാണെങ്കിലും ഫയൽ ചെയ്ത് ഇടാം. മനസ്സിലായല്ലോ? നമുക്ക് എപ്പോഴും ഉപകാരപ്രദമാവുകയുള്ളൂ. നമ്മളിപ്പം അങ്ങനെ 2.5 താഴെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളൊക്കെയാണ്. അപ്പൊ ഇപ്പം ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഈ പാൻ കാർഡ് നിർബന്ധമായതുകൊണ്ട് ഇപ്പം ചിലപ്പം പാൻ കാർഡ് എടുത്തിട്ട് ഇപ്പൊ ഒരു 3-4 വർഷമായിട്ടുണ്ടാവും, ഇതുവരെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്കത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ സാധ്യത ഉള്ളത്? ഇതേ ഉള്ളൂ. അതായത് ഇൻകം ഇല്ലാത്തവർക്ക് ഫയൽ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ തന്നെ ആവശ്യങ്ങളുണ്ടല്ലോ, ഈ റിട്ടേണുകൾ ചോദിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ തരൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും എടുത്ത് കാണിക്കാൻ റിട്ടേൺ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഇൻകം ലിമിറ്റ് ഒന്നും നോക്കണ്ട, എപ്പോഴായാലും നിങ്ങൾ ഫയൽ ചെയ്തോളൂ. പാൻ ആക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ, അപ്പൊ നിങ്ങൾ തീരെ ഇൻകം ഇല്ലാത്ത ആളാണെങ്കിൽ ഫയൽ ചെയ്യണ്ട, അതല്ല എന്തെങ്കിലും ഇൻകം ഒക്കെ കിട്ടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്തിട്ടേക്കുക കേട്ടോ. മാം അതുപോലെ നമ്മുടെ ഒരു വർഷം നമ്മളിപ്പം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു, അതായത് ബിലോ ലിമിറ്റ് ഉള്ള ആളാണ്, അയാൾ ഫയൽ ചെയ്തു, അയാൾക്ക് ടാക്സ് ഇല്ല. അതിനുശേഷം ടാക്സ് ഇല്ലാത്തതുകൊണ്ട് പിന്നീടുള്ള കുറച്ച് വർഷങ്ങളിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല. അങ്ങനെയുള്ള കേസിൽ പിന്നെ അയാൾക്ക് വീണ്ടും ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം വരുന്ന സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ മുൻ വർഷങ്ങളിൽ ഫയൽ ചെയ്യാത്തത് കൊണ്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? ഇല്ല, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഒരു വർഷത്തെ ഇൻകം ആണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ആധാരം. അപ്പൊ ആ വർഷം ഇൻകം ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഫയൽ ചെയ്യണ്ട. അതുകൊണ്ട് ഇനി അടുത്ത വർഷം ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യായിരുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും AIS ഒന്ന് നോക്കുക. അതിലിപ്പോൾ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളതല്ലാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ഡിനൈ ചെയ്യുക, എന്നിട്ട് എക്സാക്ട് റീസണും കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയി പോയി തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, എക്സാക്ട് റീസൺ കൊടുക്കുക. ബാക്കി എല്ലാ ഇൻകവും നിങ്ങൾ നിങ്ങളുടെ റിട്ടേണിൽ കാണിക്കുക, ഇല്ലെങ്കിൽ എന്തായാലും നോട്ടീസ് വരും. ഇൻകം ചിലപ്പം റിട്ടേൺ ഡിഫക്റ്റീവ് ആക്കി മാറ്റും. അതുകൊണ്ടാണ് ഞാൻ വ്യൂ ഫയൽഡ് റിട്ടേൺസ് ഇടയ്ക്കൊന്ന് നോക്കണം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഡിഫക്റ്റീവ് ഒക്കെ ആക്കി മാറ്റിയാൽ നമ്മൾ വിചാരിക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു കഴിഞ്ഞു, അങ്ങനെ നമ്മൾ ഇരിക്കും. പക്ഷേ ചിലപ്പോൾ ഡിഫക്റ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ടാവും എപ്പോഴും. അതുകൊണ്ട് വ്യൂ ഫയൽഡ് റിട്ടേൺസിൽ പോയിട്ട് നിങ്ങളുടേത് ആക്സെപ്റ്റഡ് അല്ലെന്ന് തന്നെ നോക്കുക കേട്ടോ. വെരിഫൈഡ് എന്നുള്ള സ്റ്റാറ്റസിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതായിരിക്കാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ മാറി പ്രോസസ്ഡ് എന്നാവും. അപ്പൊ നമ്മൾ നോക്കുക, ഈ ഇന്റിമേഷൻ ഓർഡർ നോക്കിയിട്ട് വല്ല ഡിമാൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പൊതുവെ വേറെ പല സ്ഥലത്തും കണ്ടുവരുന്ന കുറച്ച് സ്കാം ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇല്ലാത്ത HRA ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷൻ കൊടുത്തെന്ന് കാണിച്ച് വലിയ എമൗണ്ട് ഒക്കെ ക്ലെയിം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ലാർജ് സ്കെയിലിൽ ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട് ഇപ്പോൾ.
അപ്പൊ അതിലൊന്നും പോയി പെടാതിരിക്കുക. ആര് വന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. പിന്നെ ഒരിക്കലും ബോഗസ് ക്ലെയിംസ് ഒന്നും നമ്മുടെ സ്വന്തം റിട്ടേണിൽ ഫയൽ ചെയ്യാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് പ്ലാനിങ് നല്ലതാണ്, ടാക്സ് ഇവേഷൻ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. സർ, യു വോണ്ട് ടു ആഡ് സംതിങ്? Nothing. I think it will be beneficial for everyone. The session, she has explained everything in detail, and I hope you will get benefited and you will file your return properly before 31st. Thank you. Yes, sir, the session was very useful and very informative. Thank you so much, Sriram sir and Shruti madam, for giving this wonderful session. Thank you so much. Thank you. എന്നാ ഇത് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അജീഷ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഔപചാരികമായിട്ടൊരു നന്ദി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെ അല്ലെങ്കിൽ സ്റ്റെഫീനെയോ നേരിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ മാഡത്തിനോട് ചോദിച്ച് അതിനുള്ള മറുപടി ലഭ്യമാക്കുന്നതാണ്. ഞാൻ രണ്ടുപേരുടേത് എഴുതിയെടുത്തിട്ടുണ്ട്, 2 ഡൗട്ട് ഞാൻ അത് ക്ലാരിഫൈ ചെയ്തിരുന്നായിരിക്കും. പിന്നെ നമ്മുടെ ഓഫീസ് വളരെ അടുത്താണല്ലോ, അവിടെ ഹെഡ് ഓഫീസിന്റെ അടുത്താണല്ലോ, അവിടെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു വേദി തന്ന എല്ലാവർക്കും നന്ദി. മിഥുൻ, പിന്നെ അജീഷ്, ദിനേശ്, എല്ലാവർക്കും, സ്റ്റെഫി, എല്ലാവർക്കും നന്ദി. അജീഷ് കേൾക്കുന്നുണ്ടോ? അജീഷ് പോയി തോന്നുന്നു. അജീഷ് ഒന്ന് ഔപചാരികമായിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രിയപ്പെട്ട സഹാക്കളെ, സുഹൃത്തുക്കളെ, NFP RMS CT ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ഇൻകം ടാക്സ് റിട്ടേൺസ് ഇ ഫയലിംഗ് എന്ന ഈ ഓൺലൈൻ ക്ലാസ് വളരെ ഗംഭീരമായിട്ട് സമാപിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുക എന്ന കടമയാണ് എനിക്കിവിടെ നിർവഹിക്കാനുള്ളത്. ആദ്യമായി നമ്മുടെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കോഴിക്കോട് റേഞ്ച് ജോയിന്റ് കമ്മീഷണർ ശ്രീ S. ശ്രീറാം അവർക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തന്റെ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും നമുക്കായി സമയം മാറ്റിവെച്ച് ഇൻകം ടാക്സ് ഇ ഫയലിംഗിനെ കുറിച്ച് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ് എടുത്തു തന്ന കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസർ ശ്രീമതി ശ്രുതി MK യോടുള്ള പ്രത്യേക നന്ദിയും ഞാൻ അർപ്പിക്കുന്നു. മാഡം പറഞ്ഞു തന്ന കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് ഏറെ ഉപകാരപ്പെടുന്നതിൽ യാതൊരു സംശയവും. കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ കുറച്ചു പേർക്ക് ഈ ഒരു 31 മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കാതെ 5000 രൂപ ഫൈനൊക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിന് വളരെ മികച്ച രീതിയിൽ അധ്യക്ഷത വഹിക്കുകയും പരിപാടികൾ കൃത്യമായി നിയന്ത്രിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ കോമ്രേഡ് മിഥുൻ ജെക്ക് സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്ത സ്റ്റെഫിയ ബാബുവിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ജീവനക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ സമയത്ത് ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് ക്ലാസ് സംഘടിപ്പിച്ച നമ്മുടെ സംഘടനയായ NFP RMS CT ഡിവിഷന്റെ എല്ലാ ഭാരവാഹികൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും എന്റെ അഭിവാദ്യങ്ങൾ. ഏറ്റവും ഒടുവിലായി ഈ ഒരു ഞായറാഴ്ച വൈകുന്നേരമായിട്ടും സംഘടനയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ സജീവമായി പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സഹാക്കൾക്ക്, സഹപ്രവർത്തകർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ഒരു സജീവ പങ്കാളിത്തമാണ് നമ്മുടെ സംഘടനയുടെ കരുത്ത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഹാക്കളെ, ഈ ഒരു പരിപാടി, ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, നന്ദി. താങ്ക് യു. ശരി. Yeah, but yeah.